പിന്നെ വേറൊരു മിസ്കൺസെപ്റ്റാണ് ആണുങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരില്ല എന്നുള്ളത്. അങ്ങനെയല്ല, ആണുങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരും. പിന്നെ നമുക്ക് എല്ലാം കഴിക്കാൻ കേരളത്തിൽ പൊതുവേ ഇഷ്ടമല്ല ഈ പൊറോട്ടയും ബീഫും, അതിനൊക്കെ എന്തെങ്കിലും ക്യാൻസർ ഉണ്ടാക്കാനാണെങ്കിൽ 100-100 എന്തായാലും വരും. ഇപ്പോഴും ക്യാൻസർ എന്നാൽ മരണം അല്ലെങ്കിൽ ഈശ്വരൻ്റെ കയ്യിലുള്ള ഒരു സംഗതി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് തോന്നുന്നു. അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നു എന്ന് വെച്ച് മോളെ കല്യാണം കഴിക്കുന്നതിനകത്ത് പ്രശ്നമില്ല. ഈ പേടി കാരണം അവസാനം അത് എന്താ പറയുക, നമ്മുടെ തൊലിയിലൊരു മുറിവുണ്ടാക്കി അതിൽ നിന്ന് രക്തമൊക്കെ വന്ന് തുടങ്ങുമ്പോഴാണ് പിന്നെ ആ പേടിയും വെച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാകുമ്പോൾ വരും. എല്ലാം മിതമായ രീതിയിൽ കഴിക്കുക, ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക എന്നുള്ളതാണ്. ഇതിൽ സ്മോക്കിംഗ് എന്ന് പറയുന്നത് വളരെ വലിയൊരു വില്ലനാണ്. നമസ്കാരം. ദി പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മോടൊപ്പം ഓങ്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണനുണ്ണിയാണുള്ളത്. ട്രിവാൻഡ്രം SK ഹോസ്പിറ്റലിലെ ഓങ്കോളജിസ്റ്റാണ്. നമുക്ക് ഡോക്ടറെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, എൻ്റെ ഒരു ഫ്രണ്ട് മാമോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും സജസ്റ്റീവ് ഓഫ് ബയോപ്സി എന്നൊരു റിസൾട്ട് വന്നിരുന്നു. ഈ റിസൾട്ട് ചില ബന്ധുക്കൾക്കൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുമല്ലോ, മെഡിക്കൽ ഫീൽഡിലുള്ള. അങ്ങനെ ഒരു ബന്ധുവിന് അയച്ചു കൊടുത്തിരുന്നു. അപ്പോഴേക്കും ചേച്ചി പറഞ്ഞത് കുറേ ബന്ധുക്കൾ വിളിച്ചിരുന്നു. എന്നിട്ട് അവരുടെ സംസാരത്തിലൊക്കെ ഒരു പാറ്റേൺ ഉണ്ട്. ആദ്യം ഒന്നുമില്ല മോളെ എന്ന് പറയും. പിന്നെ സെക്കൻഡ് പാരഗ്രാഫിൽ പിന്നെ കുറച്ച് നേർച്ചയും ഈശ്വരനോട് പ്രാർത്ഥിക്കുമോ നേർച്ചയൊക്കെ പറയും. പിന്നെ തേർഡ് പാര എന്താ വെച്ചാൽ വരുന്നത്, പിന്നെ മനുഷ്യരല്ലേ, ജനിച്ച ഒരു ദിവസം മരണമുണ്ട്, അപ്പോൾ ധൈര്യമായിരിക്കുമോ അങ്ങനെ പറയുമ്പോൾ ഒരു ടെൻഷനും ഇല്ലാത്ത ആൾ പോലും പേടിച്ചു പോവാണ്. ഇപ്പോഴും ക്യാൻസർ എന്നാൽ മരണം അല്ലെങ്കിൽ ഈശ്വരൻ്റെ കയ്യിലുള്ള ഒരു സംഗതി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് തോന്നുന്നു. അത് എത്രത്തോളം സത്യമാണ്, എത്ര ശതമാനം മെഡിക്കൽ സയൻസിൻ്റെ കയ്യിലുണ്ട് എന്ന് എവിടെ എത്തി നിൽക്കുന്നു? അതായത് ഇപ്പോഴും ക്യാൻസർ വന്ന രോഗി എന്ന് പറയുന്നത് നാട്ടുകാരുടെ ഇടയിൽ ജീവിതം തീരാറായ ഒരാൾ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഇപ്പോഴും മാറി വന്നിട്ടില്ല. പക്ഷേ മാറി വരുന്നുണ്ട്. അത് മേ ബി ഒരു 20-30 കൊല്ലം മുന്നേ ആ പറയുന്നതിനൊരു അർത്ഥം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ മെഡിക്കൽ സയൻസ് അത്ര ഡെവലപ്ഡ് ആയിരുന്നില്ല. നമുക്ക് ഉണ്ടായിരുന്ന ചികിത്സകൾ പോലും ക്യാൻസറിനെ അപ്പോൾ ക്യൂർ ചെയ്താൽ പോലും അതിൻ്റെ സൈഡ് എഫക്ട്സ് കാരണം, ആ ചികിത്സയുടെ സൈഡ് എഫക്ട്സ് കാരണം തന്നെ ആൾക്കാർ മരണപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും മെഡിക്കൽ സയൻസ് ഒരുപാട് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാര്യം തന്നെ എടുക്കാം. ബയോപ്സി പ്രൂവണല്ല, ക്യാൻസർ ആണെന്ന് നമുക്കറിയത്തില്ല. ഇനി ബയോപ്സി പ്രൂവ് ചെയ്ത് ക്യാൻസർ ആണെന്ന് വന്നു എന്ന് വിചാരിക്കുക. ഞാൻ അതിന്, അതായത് ബ്രസ്റ്റിലുണ്ടാകുന്ന മുഴകളിൽ വളരെ കുറച്ച് ശതമാനമേ ക്യാൻസർ ഉള്ളൂ, ബാക്കി മിക്കതും ക്യാൻസർ ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ മാമോഗ്രാം ചെയ്യുന്നത്. അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. മാമോഗ്രാം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു സ്കോറിംഗ് സിസ്റ്റമുണ്ട്. ബൈറാഡ്സ് എന്ന് പറയുന്നൊരു സ്കോറിംഗ് സിസ്റ്റമുണ്ട്. 1, 2, 3, 4, 5. ഇതിൽ ബൈറാഡ്സിലൊരു 1-2 നോർമലാണ്, നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വരത്തില്ല. അത് ആ വന്ന ആളിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തടിപ്പോ മഴയാണെങ്കിൽ എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കും. ബൈറാഡ്സ് 3 എന്ന് പറയുന്നത് നമ്മളൊരു ഫോളോ അപ്പ് സ്കാൻ വേണ്ട ഒരു സാധനമാണ്. ബൈറാഡ്സ് 4 തൊട്ടുള്ള ഇതാണ് നമ്മൾ പേടിക്കേണ്ട മുഴകൾ. അതിനകത്ത് പിന്നെ ബയോപ്സി ചെയ്ത് കൺഫേം ചെയ്ത് ക്യാൻസർ ആണെന്ന് വന്നു എന്ന് വിചാരിക്കുക. അവർക്കിപ്പോൾ ഉള്ള ചികിത്സ എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചികിത്സയാണ് ബ്രസ്റ്റ് ക്യാൻസറിലുള്ളത്. ബ്രസ്റ്റ് ക്യാൻസർ വീണ്ടും മൾട്ടിപ്പിൾ ഇതായിട്ട് ഹോർമോൺ പോസിറ്റീവ്, HER2 പോസിറ്റീവ്, TNBC എന്നൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 4ാമത്തെ സ്റ്റേജിലുള്ള ബ്രസ്റ്റ് ക്യാൻസർ. പണ്ടൊക്കെ 4ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോയാൽ 6 മാസം അങ്ങനെയൊക്കെ ഉള്ളത്. ഇപ്പോൾ ഒരു 4ാമത്തെ സ്റ്റേജിലുള്ള ഒരു ഹോർമോൺ പോസിറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ഒരു HER2 പോസിറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ, അവർ പോലും സുഖമായിട്ട് 5-6 കൊല്ലം ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചു പോകും. 6 കൊല്ലത്തിന് മുകളിൽ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ 6 കൊല്ലത്തിന് മുകളിലും കണ്ടിട്ടുണ്ട്. എന്നാലും നമ്മളൊരു പഠനത്തിൻ്റെ ഒരു ഇതൊക്കെ വെച്ച് പറയുമ്പോൾ നമ്മൾ ഒന്നുമില്ലാതിരുന്നതിൽ നിന്നും ഇപ്പോൾ 5 കൊല്ലം പ്ലസ്സായി അല്ലെങ്കിൽ 10 കൊല്ലം പ്ലസ്സായി എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ബ്രസ്റ്റ് അത് 4ാമത്തെ സ്റ്റേജ്, അതായത് പടർന്നു പോയതാണ്. പടരാത്ത ബ്രസ്റ്റ് ക്യാൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അത് 10, 15, 20 കൊല്ലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നോർമൽ ലൈഫ് സ്പാനിലോട് എത്തിയിട്ടുണ്ട്. ബ്രസ്റ്റ് റിമൂവ് ചെയ്യാന്നുള്ളതല്ല, ഇപ്പോൾ ഉള്ളതിൽ ആ ട്യൂമർ മാത്രം എടുക്കുക. അതിനകത്ത് പിന്നെ കുറച്ച് സർജിക്കൽ സാധനങ്ങൾ, അതായത് സ്റ്റേജ് അനുസരിച്ചിട്ടാണ് വളരെ, അതായത് ഒരു സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസർ സ്റ്റേജ് ചെയ്യുമ്പോൾ T1, T2, T3, T4 എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേജിങ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ T4 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലേക്കൊക്കെ കൂടുതൽ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജുകളിൽ ചിലപ്പോൾ നമുക്ക് ബ്രസ്റ്റ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യേണ്ടി വരും. എന്നാൽ ഏർലി സ്റ്റേജസ് നമുക്ക് ട്യൂമർ മാത്രമായി എടുക്കാൻ പറ്റുന്നതിനകത്ത് ട്യൂമർ മാത്രമായി എടുക്കും. രണ്ടാമത് വേറൊരു ഇതുള്ളതെന്ന് പറയാം, കീമോ കൊടുത്ത് ട്യൂമറിനെ ചെറുതാക്കിയിട്ട് ട്യൂമർ മാത്രമായിട്ട് എടുക്കും. അപ്പോൾ ബ്രസ്റ്റ് തന്നെ മൊത്തം റിമൂവ് ചെയ്യുക എന്നുള്ളതും ഇപ്പോഴത്തെ ഒരു പുതിയ ട്രീറ്റ്മെൻറ്റ് ഇതിനകത്ത് അങ്ങനെ ഉള്ളതല്ല.
ട്യൂമർ മാത്രം റിമൂവ് ചെയ്താലും മതിയാവും. ഡോക്ടർ, അതുപോലെ ഈ ക്യാൻസറിനെ കുറിച്ച് വരുമ്പോൾ ഈ ശരീരം എന്തെങ്കിലും ലക്ഷണങ്ങൾ ഇതിനു മുന്നേ കാണിക്കാറുണ്ടോ? നമ്മൾ ഈ ഓൺലൈനിലൊക്കെ ഒരുപാട് കാണുന്നുണ്ട്, ക്യാൻസർ വരുന്നോ എന്നറിയാൻ നിങ്ങൾ ഈ സാധ്യതകൾ ശ്രദ്ധിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അതിലൊക്കെ എത്ര സത്യമുണ്ട്? അങ്ങനെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ടോ? അപ്പോൾ അത് ഓരോ ക്യാൻസർ ബന്ധപ്പെട്ട് ശരീരം നമുക്ക് കാണിച്ചു തരുന്ന ലക്ഷണങ്ങളിൽ വ്യത്യാസം വരും. അപ്പം നമ്മുടെ ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസർ എന്താ മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രസ്റ്റിലൊരു തടിപ്പുണ്ടാവാം, ഒരു മുഴയുണ്ടാവും, അല്ലെങ്കിൽ കക്ഷത്തിലൊരു മുഴയുണ്ടാവും. അതല്ലെങ്കിൽ നിപ്പിളകത്തേക്ക് വലിയുക, അല്ല എങ്കിൽ നിപ്പിളിന് ചുറ്റും മുറിവുണ്ടാവുക, അല്ലെങ്കിൽ ആ ബ്രസ്റ്റിലുള്ള സ്കിന്നിൻ്റെ അവിടെ എന്തെങ്കിലും മുറിവുണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് ബ്രസ്റ്റ് ക്യാൻസർ കാണിക്കുന്ന ലക്ഷണം. അല്ലെങ്കിൽ നിപ്പിളിൽ നിന്ന് രക്തം പോലത്തെ ഡിസ്ചാർജ് വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ എന്താ പറയുക, ബ്രസ്റ്റ് ക്യാൻസർ ഇപ്പോൾ ഒരു ബ്രസ്റ്റ് ക്യാൻസറുള്ള ആളിൻ്റെ ലക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഇപ്പോൾ ആണുങ്ങളിൽ വരുന്നൊരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുക, അങ്ങനെയുള്ള ഒരു ക്യാൻസറിന് വരുമ്പോൾ അവർക്ക് മൂത്ര തടസ്സം ഉണ്ടാവുക, വീണ്ടും വീണ്ടും മൂത്രം ഒഴിക്കാൻ പോകുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവുക, മൂത്രത്തിൽ രക്തം കാണുക. അപ്പോൾ ഒരു കോളൻ ക്യാൻസർ എടുക്കുകയാണെങ്കിൽ മലത്തിൽ രക്തം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള പല ലക്ഷണങ്ങൾ നമ്മൾ ക്യാൻസേഴ്സ് കാണിക്കും. ഇതിലിപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിലാണെങ്കിൽ നമ്മൾ ലക്ഷണം വരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു കാരണം ബ്രസ്റ്റ് ക്യാൻസറിൽ വരുന്നില്ല. ബ്രസ്റ്റ് ക്യാൻസറിൽ ഇപ്പോൾ സ്ക്രീനിങ് എന്ന് പറയുന്ന ഒരു മൊഡാലിറ്റി ഉണ്ട്, അതായത് മാമോഗ്രാം, നമ്മൾ നേരത്തെ പറഞ്ഞ മാമോഗ്രാം. ആ സാധനം വഴി നമുക്ക് ഒരു 45 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും ബ്രസ്റ്റ് ക്യാൻസറിന് സ്ക്രീനിങ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസർ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നേരത്തെ, അതായത് നമുക്ക് ഒരു ക്യാൻസറിൻ്റെ ചികിത്സയിനകത്ത് മെയിനായിട്ട് 3 കമ്പോണൻസാണ് ഉള്ളത്: സർജറി, റേഡിയേഷൻ, മരുന്നുകളും ഉണ്ടല്ലോ, സിസ്റ്റമിക് തെറാപ്പി. ഈ സിസ്റ്റമിക് തെറാപ്പിയിൽ തന്നെ പിന്നെ കുറേ കീമോതെറാപ്പി എന്നുണ്ട്, ടാർഗറ്റഡ് തെറാപ്പി എന്നുണ്ട്, ഇമ്മ്യൂണോതെറാപ്പി എന്നുണ്ട്. ആദ്യമേ കണ്ടുപിടിക്കുന്ന ഒരു ക്യാൻസറിന് ചിലപ്പോൾ ഇതെല്ലാ തെറാപ്പിയും വേണ്ടി വരത്തില്ല. സർജറി ചെയ്തിട്ട് ചിലപ്പോൾ ഒരു ഹോർമോണൽ ടാബ്ലറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവും, അല്ലെങ്കിൽ ഒരു ടാർഗറ്റഡ് തെറാപ്പി കൊണ്ട് ശരിയാവും. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റേതായ ഒരു എന്താ പറയുക, ഒരു സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ക്യാൻസറിന് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ശരീരം ലക്ഷണങ്ങൾ കാണിക്കും. ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് മുന്നേ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന കുറച്ച് ക്യാൻസേഴ്സ് ഉണ്ട്. അത് കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കണം. ഡോക്ടർ, നമ്മളിപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് അതിനോടനുബന്ധിച്ച് ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഈ മാമോഗ്രാം തുടരെ ചെയ്താൽ അത് തന്നെ ക്യാൻസറിൻ്റെ കാരണമാകാം എന്നുള്ളത്. അങ്ങനെ ഒരു കാര്യമുണ്ടോ? അതായത് നമ്മൾ എല്ലാ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴും അതിൻ്റേതായ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് ടെസ്റ്റ് എന്നല്ല, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റേതായ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോ നോക്കിയിട്ടാണല്ലോ. ഒരു മാമോഗ്രാം, അതായത് ഒരാൾ മാമോഗ്രാം ചെയ്ത് അയാൾക്ക് ക്യാൻസർ വരുന്ന പ്രശ്നവും അയാൾക്ക് ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള സാധ്യതയും, ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ അയാൾക്കത് കണ്ടുപിടിച്ച് അതിൻ്റെ ചികിത്സ നടന്ന് അയാൾ പൂർണ്ണമായി ഭേദമാകുന്നതാണ് അയാൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയേക്കാളും മുന്നിൽ നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ബെനിഫിറ്റേ ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഡോക്ടറുടെ ഒരു പ്രൊഫൈൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ചോദിക്കാൻ തോന്നുന്ന ഒരു കാര്യം, അതായത് ഡൽഹി എയിംസിൽ പഠിച്ചു, നമ്മുടെ RCCയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടറിൻ്റെ ഒരു അപ്രോച്ച് ടുവേർഡ്സ് പേഷ്യൻസ് അത് എങ്ങനെയാണ് രൂപപ്പെട്ടിട്ടുള്ളത്? അതിൻ്റെ ചിലപ്പോൾ ചില പ്രൊഫസേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാവാം, ചില അനുഭവങ്ങളാകാം, അങ്ങനെ എന്തെങ്കിലും? അതിൽ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ, അതായത് എൻ്റെ ഓരോ ഫേസ് ഓഫ് സ്റ്റഡീസിലും ഒരുപാട് എൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പം എയിംസ് ആണെങ്കിലും RCC ആണെങ്കിലും ഞങ്ങൾക്ക് പേഷ്യൻ്റ് ലോഡ് വളരെ കൂടുതലാണ്. പേഷ്യൻ്റ് ലോഡ് കൂടുമ്പോൾ ആസ് എ സ്റ്റുഡൻറ്റ് ഞങ്ങൾക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് OP തീർക്കണം. കാരണം OP തീർത്തിട്ട് ഞങ്ങൾക്ക് അടുത്ത് വേറെ പണിയുണ്ട്. അവിടെ വാർഡിൽ അഡ്മിറ്റായ ഡിസ്ചാർജ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ സിസ്റ്റത്തിൽ തന്നെ ഉള്ളതാണ്. ക്വാണ്ടിറ്റി ഓവർ ക്വാളിറ്റിയാണ് നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ സിസ്റ്റം. ഗവൺമെൻറ് സിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ക്വാണ്ടിറ്റിയാണ് അവിടെ. നമ്മൾ ഒരു ദിവസം 100 പേഷ്യൻറ്റിനെ കാണുക, നമുക്കൊരു ഡെസിഗ്നേറ്റഡ് OP ടൈം അതിലും കൂട്ടാം. OP ടൈം ഇപ്പം 5 മണി വരെ നോക്കോളൊന്നൊന്നുമില്ല, അതിനും കൂടുതൽ നോക്കാം. പക്ഷേ അതിലും കൂടുതൽ നോക്കുമ്പോൾ നമ്മുടെ അപ്പുറത്തെ പണി കുറച്ചുകൂടെ തന്നെയുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ പേഷ്യൻറ്റിനെ മാക്സിമം കണ്ടുപിടുക എന്നുള്ളതാണ്. അവിടെ നിന്നും ഇപ്പോഴത്തെ എൻ്റെ ഇതിലേക്ക് വരുമ്പോൾ അത്രയ്ക്കൊരു ലോഡില്ലാത്തപ്പോൾ നമ്മൾ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. മറ്റേത് സംസാരം വളരെ കുറവായിരുന്നു. അവരോട് നമുക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഇന്ന ചികിത്സയാണ് എടുക്കേണ്ടത്, ഇന്നതാണ് എടുക്കേണ്ടത്, നിങ്ങൾ തീരുമാനിക്കും, എടുക്കാൻ വരും. പക്ഷെ മുന്നിലുള്ളത് സാധാരണക്കാരായിരിക്കും. അതെ. നമ്മൾ അവർക്ക്
ഞങ്ങൾ മിക്കവരോടും പറയുമ്പോൾ അവർ പറയുന്നത് സാർ തന്നെ ഒരു തീരുമാനം എടുത്തുള്ളൂ എന്നാണ്. നമ്മൾ ക്യാൻസർ ചികിത്സയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത്. നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കുക. കാരണം ഞാനിപ്പോൾ ഒരു കീമോ കൊടുത്തു, അതിൻ്റെ സൈഡ് എഫക്റ്റ് മൊത്തം അനുഭവിക്കേണ്ടത് ആരാണോ എടുത്തത് അവരാണ്. പക്ഷേ നമ്മുടെ ആൾക്കാർക്ക് അതിനെക്കുറിച്ചൊരു അവബോധം അത്രയ്ക്ക് വന്നിട്ടില്ല. അവർ നമുക്കൊരു ഓപ്ഷൻ തരും, ഞങ്ങളൊരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഓപ്ഷൻ തരും. സാർ എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യാവുന്നുള്ളത്. അപ്പോൾ അവിടെ നിന്നും ഇപ്പോഴത്തെ എൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ കൂടി സംസാരിച്ചു തുടങ്ങി, ആൾക്കാർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു തുടങ്ങി. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് എനിക്ക് വന്നൊരു പേഷ്യൻറ്റ്, അപ്പോൾ ആ അമ്മയ്ക്ക് രക്തം കുറവായിരുന്നു, MDS എന്ന് പറയുന്ന അസുഖമാണ്. ആ അമ്മയ്ക്ക് ആവശ്യമുള്ളത് അമ്മ അതിന് മുന്നേ അവരെ പള്ളിയിൽ പോയിരുന്നു. അത് മാത്രമേ ഉള്ളൂ, എനിക്കിപ്പോൾ പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല മോനെ, എനിക്ക് പള്ളിയിൽ പോകണം, ആ രീതിയിൽ എന്നെ ആക്കി തരണം, അത്രേ ഉള്ളൂ. അല്ലാതെ വീണ്ടും വീണ്ടും ചികിത്സിച്ച് ഫുള്ളായിട്ട് രക്തം എപ്പോഴും റെഡിയാക്കി കൊടുക്കുക, രക്തം കയറ്റുക, അങ്ങനെയുള്ളതൊന്നുമില്ല. അപ്പോൾ അമ്മയ്ക്ക് നമ്മളിപ്പോൾ കഴിഞ്ഞൊരു 2-3 മാസമായിട്ട് ഞാൻ ആദ്യത്തെ കുറച്ച് കാലം അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് നിർത്തി വെച്ചിരിക്കുക. അമ്മയ്ക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട്, അമ്മ ഹാപ്പിയാണ്. ഇപ്പം മെഡിക്കൽ സയൻസ് പ്രകാരം നോക്കുവാണെങ്കിൽ ആ അമ്മയുടെ ചികിത്സ ഞാൻ നിർത്താൻ പാടില്ല. പക്ഷേ അമ്മയ്ക്കൊരു 70+ ഏജ് ഉണ്ട്. നമ്മൾ അമ്മയുടെ ആവശ്യം എന്താണോ ആ ആവശ്യം നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ബൈ ബുക്ക് പോകാതെ ആൾക്കാർക്ക് എന്താണോ ആവശ്യമുള്ളത് അതും സയൻസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലേക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട്. അവരെ കൂടുതൽ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവരെ കൂടുതൽ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഡോക്ടർ ചോദിക്കാനുള്ളത്, ഈ ക്യാൻസർ ഡയഗ്നോസായി വരുമ്പോൾ ഈ മെൻ്റൽ ഹെൽത്തും ക്യാൻസർ ട്രീറ്റ്മെൻറ്റും തമ്മിൽ ഡയറക്റ്റ്ലി ബന്ധമുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ സ്ട്രോങ് ആയി അതിനെ നേരിട്ടാൽ നമുക്ക് കുറച്ചുകൂടി നന്നായി ശരീരം പ്രതികരിക്കും, ഇതൊക്കെ ഒരു മിത്താണോ? അതോ മിത്തൊന്നല്ല, എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന രോഗിക്ക് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ അവരുടെ അസുഖം പെട്ടെന്ന് ഭേദമാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുന്നിലിരിക്കുന്ന രോഗിക്ക് എന്തിനോടും പേടിയുള്ള ഒരാളിന് നമ്മളിപ്പോൾ നമ്മൾ ഒരു സൈഡ് എഫക്റ്റും പ്രതീക്ഷിക്കാത്തൊരു മരുന്ന് കൊടുത്താൽ പോലും അവർക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ സൈഡ് എഫക്റ്റ് വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഡൽഹിയിലുണ്ടായിരുന്ന സമയത്ത് അവിടെ നമുക്ക് ഈ ഹരിയാനയിൽ നിന്നൊക്കെ പേഷ്യൻസ് വരും. അപ്പോൾ അവരൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എല്ലാം നല്ല സൈസുള്ള പേഷ്യൻസാണ്. അവർ കീമോ എടുത്തിട്ട് സാധാരണ പച്ചവെള്ളം എടുത്തിട്ട് പോകുന്ന പോലത്തെ ഒരു ടൈപ്പാണ് അവരുടെ ഒരു ഇത്. അപ്പോൾ അവരെല്ലാം നല്ലവണ്ണം നല്ല പോലെ കീമോ ടോളറേറ്റ് ചെയ്യും, എത്ര ഡോസ് കൊടുത്താലും ടോളറേറ്റ് ചെയ്യും, ഒരു കുഴപ്പമില്ലാതെ എണ്ണിട്ട് പോകും. കുറച്ചുകൂടി ഒരു അഫ്ലുവൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുറച്ച് കീമോയുടെ ടോക്സിറ്റിയൊക്കെ വായിച്ചിട്ടുണ്ട്. നമ്മൾ കൊടുത്തു തുടങ്ങുമ്പോഴത്തേ അയ്യോ സാറേ ഇതാണോ. അതെ അവർക്ക് നമ്മൾ ചെറുതായിട്ടൊരു കീമോ കയറി തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് വേറെ ആ വായിച്ച മനസ്സിൽ കിടക്കുന്നത് വെച്ചിട്ട് ഇന്ന പ്രശ്നം വരുന്നുണ്ടോ എന്നുള്ള ചിന്ത, അതിൽ നിന്ന് അവർക്ക് ഇല്ലെങ്കിൽ പോലും ഒരു ടോക്സിറ്റി അങ്ങ് വരും. അതായത് ഞാനെപ്പോഴും എനിക്ക് ഛർദിൽ വരുമോ എന്ന് ചിന്തിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഛർദിൽ വരും, മനസ്സിലാവുന്നുണ്ടോ? അത് ചിന്തിക്കാത്ത ഒരാൾക്ക് അങ്ങനെ ഒരു ടോക്സിറ്റി. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, എപ്പോഴും നമ്മൾ ക്യാൻസർ വന്ന പേഷ്യൻറ്റിന് ഒരു സപ്പോർട്ട് വേണം. അവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ സിമ്പതി കൊടുത്തതുകൊണ്ട് ക്യാൻസർ മാറത്തില്ല. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക, ചികിത്സയിൽ അവരെ സപ്പോർട്ട് ചെയ്യുക. അവരെ സപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരും, നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നൊരു ചിന്ത വരും. അങ്ങനെ വരുമ്പോൾ അവർക്ക് അസുഖം ഭേദമായി പോവുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പഴയ 6 മാസത്തിനുള്ളിൽ മരിക്കുന്നത് പോലത്തെ ഒരു ഇതല്ല ക്യാൻസർ എന്ന് പറയുന്നത്. ക്യാൻസർ രോഗികൾക്ക് മിക്ക ക്യാൻസറിനും വളരെ ഫലപ്രദമായ ചികിത്സയും ഏകദേശം ഒരു നോർമൽ ലൈഫ് സ്പാനിലേക്ക് പോകുന്ന ഒരവസ്ഥയിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, കൂടുതൽ പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം. അതുപോലെ ഡോക്ടർ, ഈ ചികിത്സയിലോ അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഒരു ക്യാൻസറിനെ സംബന്ധിച്ചൊരു മിസ്കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടർക്ക് എന്തായിരിക്കും പെട്ടെന്ന് പറയാൻ തോന്നുക? ക്യാൻസറിനെ സംബന്ധിച്ചുള്ള മിസ്കൺസെപ്ഷൻസ് എന്ന് ചോദിക്കുമ്പോൾ, അതായത് ഒരുപാട് അത് കുറേ ന്യൂസ് ഐറ്റംസിൽ തന്നെയാണ് വരുന്നത്. ന്യൂസ് ഐറ്റംസ് ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു മരുന്നോ എന്തെങ്കിലും വരുമ്പോൾ അതങ്ങ് പ്രൊജക്റ്റ് ചെയ്യും. ക്യാൻസറിനൊരു ക്യൂർ കിട്ടിയിട്ടുണ്ടെന്ന് പറയും. കുറച്ച് കാലം മുന്നേ ഒരു ഡോസ്റ്റാലിമാബ് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു റഷ്യൻ ക്യാൻസർ വാക്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ഹൈപ്പങ്ങ് ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ഡേറ്റയോ അതിൻ്റെ എന്താണ് അവർ സ്റ്റഡി ചെയ്തതെന്നോ എന്തിനാണ് സ്റ്റഡി ചെയ്യുന്നതെന്നോ എന്താണ് അതിൻ്റെ ഔട്ട്കം എന്നോ ഇതൊന്നും നോക്കാതെ ഒരു ഫൈനൽ വേർഡിക്റ്റ് അങ്ങ് എല്ലാവരും കൊടുക്കും.
അത് വെച്ചിട്ട് ആൾക്കാരെല്ലാം ക്യാൻസറിൻ്റെ ഇന്ന മരുന്ന് കിട്ടി സാറേ അതെടുക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ ഒരു ഇതുണ്ട്. രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എല്ലാവരുടെയും വിചാരം ഇപ്പോഴും ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ ഛർദിയിൽ മുടി പോകും എന്നൊക്കെയാണ് എല്ലാവരുടെയും ഒരു ഇത്. അതൊക്കെ ഒരു പഴയ കാലഘട്ടമായിരുന്നു. കീമോ മരുന്നുകളുടെ ഓരോരോ കീമോ മരുന്നുകളുടെ സൈഡ് എഫക്റ്റിലായിരുന്നു. ഇപ്പോൾ പുതിയ കാലത്തിൻ്റെ ഇമ്മ്യൂണോ തെറാപ്പിയോ ടാർഗറ്റഡ് തെറാപ്പിയോ വരുമ്പോൾ അങ്ങനെയുള്ള ഒരു സൈഡ് എഫക്റ്റും ഇല്ല. മുടി പോക്ക്, ഛർദിൽ അങ്ങനെയുള്ളതൊന്നുമില്ല. മാത്രമല്ല ഛർദിലിനൊക്കെ ഇപ്പോൾ ഒരുപാട് അതിൻ്റേതായ മരുന്നുകൾ കൊടുക്കുന്നതോടുകൂടി അപ്പോൾ അത് പേടിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഛർദിൽ വരുമോ എന്നുള്ളത്. പിന്നെ മുടി പോക്കാണ്. അതെ, രൂപം തന്നെ മാറിപ്പോകും എന്നുള്ളത്. മുടി പോകുന്ന ഇപ്പോഴും നമ്മുടെ എന്താ പറയുക, ബ്രസ്റ്റ് ക്യാൻസറിലെ ഏറ്റവും വലിയ കൺസേൺ. വേൾഡ് വൈഡ് എടുത്താൽ പോലും മുടി പോകുന്നത് വലിയൊരു കൺസേണാണ്. ബ്രസ്റ്റ് ക്യാൻസർ കീമോയിൽ മുടി പോകുമെന്ന് ചോദിച്ചാൽ പോവും, ഇപ്പോഴും പോവും. പക്ഷേ ഒരു കീമോ കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിയുമ്പോൾ അത് തിരിച്ചു വന്നു തുടങ്ങും. അപ്പോൾ അതായത് മുടി പോകുമെന്നൊരു കൺസെപ്റ്റിൽ നമ്മൾ ചികിത്സ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവനും മുടിയും തമ്മിലുള്ളൊരു തുലനമാണ് അവിടെ ഉള്ളത്. അതായത് ചികിത്സ എടുത്ത് ജീവിച്ച് കഴിക്കുമ്പോൾ നമുക്കെന്താ പറയുക, ആ കീമോയുടെ എഫക്റ്റ് പോയി കഴിയുമ്പോൾ ഈ മുടിയെല്ലാം തിരിച്ചു വരും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സൈഡ് എഫക്ട്സ് ആൾക്കാർ ഇപ്പോഴും പഴയ ആ ഒരു സൈഡ് എഫക്ട്സിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇതേപോലെ കുറേ ന്യൂസ് ഹൈപ്സ് ഉണ്ട്. പിന്നെ വേറൊരു മിസ്കൺസെപ്റ്റാണ് ആണുങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരില്ല എന്നുള്ളത്. അങ്ങനെയല്ല, അങ്ങനെയല്ല, ആണുങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരും. എന്നുവെച്ചാൽ ബ്രസ്റ്റ് ടിഷ്യൂ ഉണ്ട്. ഫീമെയിൽസിൻ്റെ പോലെ ബ്രസ്റ്റ് ഫുള്ളി ഡെവലപ്ഡ് അല്ല എന്നേ ഉള്ളൂ, ബ്രസ്റ്റ് ടിഷ്യൂ ഉണ്ട്. അപ്പോൾ ആണുങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരും. അത് ഇപ്പോഴും ഒരുപാട് പേര്, വിദ്യ പറഞ്ഞതുപോലെ ഒരുപാട് പേര് വന്നിട്ട് അയ്യോ സാറേ ഇത് ഞങ്ങൾക്ക് വരില്ലല്ലോ എന്ന് പറയും. അങ്ങനെയല്ല, വന്നവർ പോലും അവർ ഡൗട്ട് അടിക്കുന്നുണ്ട്, സാറേ അത് തന്നെ ആണോ വേറെ ആണോ എന്നുള്ളത്. അങ്ങനെയല്ല, അവർക്കും വരും. അതുപോലെ ഡോക്ടർ ഇതിനോടനുബന്ധിച്ച് ചോദിക്കട്ടെ, ഇപ്പോൾ ഡോക്ടർ ഞാനും അടുത്തിടെ വരെ വിചാരിച്ചത് നമ്മളിപ്പോൾ വാക്സിനൊക്കെ എടുക്കാറായി ക്യാൻസറിന് എന്നുള്ള ഒരു ലെവലിലാണ് ഈ ന്യൂസ് ഹൈപ്പ് കണ്ടിട്ട് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ചോദിക്കട്ടെ, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എവിടെ എത്തി നിൽക്കുന്നു, നമ്മൾ ഏത് സ്റ്റേജിൽ എത്തി നിൽക്കുന്നു? ഈ വാക്സിൻ്റെ തന്നെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. അതായത് ഇപ്പം ഞാൻ ഈ റഷ്യൻ ഇപ്പോൾ കേൾക്കുന്ന ആ ഒരു ക്യാൻസർ വാക്സിനെ കുറിച്ച് മാത്രമേ പറയുള്ളൂ. എന്നാൽ നമുക്ക് വേറൊരു വാക്സിനുണ്ട് ക്യാൻസർ ക്യൂർ ചെയ്യുന്ന, അതായത് സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്, സ്ത്രീകളിൽ വരുന്ന സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്ന, മറ്റേ എന്താ പറയുക, ഗർഭാശയത്തിൻ്റെ ഏറ്റവും താഴെ വരുന്ന, അതിന് വാക്സിനുണ്ട്. അത് ഏറ്റവും കൂടുതൽ വരുന്നത് HPV എന്ന് പറയുന്ന ഒരു വൈറസ് കാരണം അത് വരുന്നത്. അപ്പോൾ ആ വൈറസിനെതിരെ നമ്മൾ ലോകത്തിൽ വാക്സിൻ 3-4 വാക്സിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ഇപ്പോൾ ഏറ്റവും കോമണായി യൂസ് ചെയ്യുന്ന ഗാർഡാസിൽ എന്ന് പറയുന്നൊരു വാക്സിനാണ്. അതൊരു 99% സെർവൈക്കൽ ക്യാൻസർ ആ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പോവും എന്നാണ്. അതായത് ലോകത്തിലിപ്പോൾ നോക്കുവാണെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിൽ അവർ സെർവൈക്കൽ ക്യാൻസർ ഇറാഡിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എലിമിനേഷൻ ഇറാഡിക്കേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ള മറ്റേ പോളിയോ എലിമിനേഷൻ ഇറാഡിക്കേഷൻ. സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ ആ ഒരു പാതയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വാക്സിൻ ഇല്ല എന്ന് പറഞ്ഞാലും നമുക്ക് പ്രൂവൺ ഡാറ്റയുള്ള കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, അതാണ് ഒരു കാര്യം. പിന്നെ ചികിത്സ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പഴയ കാലഘട്ടത്തിലെ പോലെ ബ്ലൈൻഡായിട്ട് കീമോ കൊടുക്കുക, റേഡിയേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സർജറി ചെയ്തെടുക്കുക, അങ്ങനെയല്ല. ഇതെല്ലാം ഉണ്ട്. ഇതിൻ്റെ കൂടെ കൂടുതലും ചികിത്സ ആളിൻ്റെ ജനതികമായ ഒരു മേക്കപ്പിനെ വെച്ചിട്ടാണ്. അതായത് നമുക്ക് എന്തെങ്കിലും മ്യൂട്ടേഷൻസ്, ജനതികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ജനതികമായ പ്രശ്നമെന്ന് പറയുമ്പോൾ അത് ഫാമിലിയിൽ ഉണ്ടാവണമെന്നില്ല. നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ട് നമുക്ക് ക്യാൻസർ വന്നതാവാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ലങ് ക്യാൻസർ വയ്ക്കുക, ശ്വാസകോശത്തിൻ്റെ ലങ് ക്യാൻസറിനകത്ത് ഒരു NGS എന്ന് പറയുന്നത് നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ്, അതായത് നമ്മുടെ ട്യൂമർ എടുത്തിട്ട് ട്യൂമറിനെ നമ്മൾ അതിനകത്ത് എന്തെങ്കിലും മ്യൂട്ടേഷൻസ് ഉണ്ടോ എന്ന് DNA RNA എല്ലാം സ്റ്റഡി ചെയ്യുന്നു. കുറേ മ്യൂട്ടേഷൻസ് ഉണ്ട്, EGFR, ALK, ROS, അങ്ങനെ മൾട്ടിപ്പിൾ മ്യൂട്ടേഷൻസ് ഉണ്ട്. ഇതെല്ലാത്തിനും ഇപ്പോൾ ടാബ്ലറ്റ്സ് ഉണ്ട്, കീമോ അല്ല, ടാബ്ലറ്റ്സ് ഉണ്ട്. അപ്പോൾ ലങ് ക്യാൻസർ 4ാമത്തെ സ്റ്റേജിലുള്ള ഒരു ലങ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഈ ടെസ്റ്റുകൾ ചെയ്തിട്ട് കീമോ കൊടുക്കുന്നതിനേക്കാളും ബെനിഫിറ്റ് ഈ ടാബ്ലറ്റ് കൊടുക്കുന്നതാണ്. ഇതിനകത്ത് ചില ടാബ്ലറ്റുകൾ 4ാമത്തെ സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സ്റ്റഡീസ് നടത്തുമ്പോൾ 5 കൊല്ലമായിട്ടും ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ലാതിരിക്കുക. അതായത് ഒരു 4ാമത്തെ സ്റ്റേജ് ലങ് ക്യാൻസർ ഒരു കുഴപ്പമില്ലാതിരിക്കുക. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് മെലനോമ എന്ന് പറയുന്ന ക്യാൻസർ. അതിനകത്ത് ഏറ്റവും റീസെൻ്റായിട്ട് കണ്ടുപിടിച്ചാണ് നമ്മുടെ ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്ന ചികിത്സകൾ വളരെ ഫലപ്രദമായ ഒരു ക്യാൻസറാണ് മെലനോമ എന്ന് പറയുന്നത്.
മെലനോമയുടെ ഏറ്റവും ആദ്യം അവരുടെ ഇനിഷ്യലി ട്രൈ ചെയ്ത ഇമ്മ്യൂണോതെറാപ്പിയുടെ ഒരു 10 കൊല്ലത്തെ റിസൾട്ട് വന്നിട്ടുണ്ട്. ആ 10 കൊല്ലത്തെ റിസൾട്ട് പ്രകാരം മെലനോമ സ്പെസിഫിക് സർവൈവൽ എന്ന് പറയും. അതായത് മെലനോമ കാരണം എത്ര പേര് മരിച്ചുപോയി എന്നുള്ളത് അത് വളരെ കുറവാണ്. അതായത് ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തതിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് നോക്കിയാലും മെലനോമ കാരണം ഒരു 10-20% ആൾക്കാർക്ക് മാത്രമേ മരണം സംഭവിച്ചിട്ടുള്ളൂ. അതായത് ഈ ട്രീറ്റ്മെൻറ്റ് എടുത്ത 4ാമത്തെ സ്റ്റേജ് മെലനോമ ക്യാൻസർ, അതായത് സ്കിന്നിൽ വരുന്നൊരു ക്യാൻസറാണ്. അവർ 10 കൊല്ലം കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല ജീവിച്ചിരിക്കുന്നു. അപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ ഡോക്ടർ, അതുപോലെ ക്യാൻസറിന് പ്രായം ബാധകമാണോ? പ്രായം കൂടുമ്പോൾ സാധ്യത കൂടുതലാണ്, പ്രായം കുറഞ്ഞവർക്ക് വരില്ല അങ്ങനെ? അതായത് പല പ്രായത്തിലുള്ളവർക്കും പല ക്യാൻസേഴ്സ് വരിക. കുട്ടികളിൽ വരുന്നത് കൂടുതലും രക്തത്തിൽ കാണുന്ന ക്യാൻസേഴ്സ് കുട്ടികളിലാണ് കാണുന്നത്. പ്രായക്കൂടുതലുള്ളവർക്കില്ല എന്നല്ല, കൂടുതലും അത് കുട്ടികളിലാണ് കാണുന്നത്. അത് പ്രായക്കൂടുതലുള്ളവർക്ക് വരുമ്പോൾ അതിൻ്റെ എന്താ പറയുക, പ്രോഗ്നോസിസ് എന്ന് പറയും. അതായത് ആ അസുഖം ഭേദമാവാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ അസുഖം ഭേദമായി എല്ലാം. അപ്പോൾ അത് കുട്ടികളിൽ നല്ലപോലെ ഭേദമാവുന്നൊരു ക്യാൻസറാണ് ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത്. പ്രായം കൂടുതൽ വരുമ്പോൾ അത് കുറച്ച് അത്ര ഇതാവുന്നില്ല. ബ്രസ്റ്റ് ക്യാൻസർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വീണ്ടും ഒരു മിഡിൽ ഏജ് തൊട്ട് മുകളിലേക്ക്. കോളൻ ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ഏജ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ഏജ്. അപ്പോൾ നമുക്ക് എല്ലാ സ്പെക്ട്രം ഓഫ് എല്ലാ ഏജ് ഇതിനകത്തും ഓരോരോ സ്പെസിഫിക് ക്യാൻസേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അതുപോലെ ഈ സ്ത്രീ പുരുഷ വ്യത്യാസം അങ്ങനെ കാണാറുണ്ടോ? സ്ത്രീ പുരുഷ വ്യത്യാസത്തിൽ ഒരെണ്ണമാണ് ബ്രസ്റ്റ് ക്യാൻസർ, കൂടുതൽ സ്ത്രീകളിലാണ് കാണുക. പ്രോസ്റ്റേറ്റ് ക്യാൻസർ പുരുഷന്മാരില്ല കൂടുതൽ കാണുക. അപ്പോൾ അങ്ങനെ അല്ലാതെ വേറെയും കുറേ ക്യാൻസേഴ്സ് ഉണ്ട് ഇതുപോലെ എന്താ പറയുക, സ്ത്രീകളിൽ കൂടുതൽ കാണുന്ന അല്ലെങ്കിൽ പുരുഷന്മാരിൽ കൂടുതൽ കാണുന്നതായിട്ട് ഒരുപാട് ക്യാൻസേഴ്സ് ഇങ്ങനെ ആ ഒരു വ്യത്യാസം കാണിക്കുന്നത്. സ്ത്രീ പുരുഷ വ്യത്യാസമുണ്ട്. ഈ റേസ് എന്ന് പറയുന്ന, അതായത് കൊക്കേഷ്യൻസിൽ കൂടുതൽ കാണിക്കുക, വൈറ്റ്സിൽ കൂടുതൽ കാണിക്കുക, ആഫ്രിക്ക ബ്ലാക്സിൽ കൂടുതൽ കാണിക്കുക, ഏഷ്യൻ പോപ്പുലേഷനിൽ കൂടുതൽ കാണിക്കുക. ഈ നമ്മുടെ സ്റ്റൊമക്ക്, അതായത് നമ്മുടെ അന്നനാളം, ആ ക്യാൻസേഴ്സൊക്കെ കൂടുതലും നമ്മുടെ ഇങ്ങോട്ടുള്ള പോപ്പുലേഷൻ, ഏഷ്യൻ പോപ്പുലേഷൻസിലാണ് കൂടുതലും കാണുന്നത്. നമ്മൾ ജപ്പാൻ, കൊറിയ, ചൈന ആ റീജിയനിലാണ്. ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സ് ഇപ്പം ഏറ്റവും കൂടുതൽ വായിലും മറ്റുമൊക്കെ. അത് ഇപ്പോൾ ഇന്ത്യ അതിൻ്റെ മെയിൻ ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. റീസൺ നമുക്കറിയാവുന്നതാണ്, ഗുഡ്ക, പാൻ, ചൂയിങ് ഇതെല്ലാം വെച്ചിട്ട്. അപ്പോൾ റീജിയൻ വൈസ്, സെക്സ് വൈസ്, ഏജ് വൈസ് എല്ലാത്തിലും ക്യാൻസേഴ്സിനൊരു പ്രത്യേക സ്പെക്ട്രംസ് ഉണ്ട്. ഡോക്ടർ, ഇത് നേരത്തെ തിരിച്ചറിയാൻ നമ്മൾ ഇന്ന പ്രായം കഴിയുമ്പോൾ ഇന്നൊരു സ്ക്രീനിങ് ടെസ്റ്റ് എടുത്താൽ നന്നായിരിക്കും, അങ്ങനെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാൻ എന്തായാലും? അത് ബ്രസ്റ്റ് ക്യാൻസറിലാണ് ഏറ്റവും ഡെവലപ്ഡ് ആയിട്ട് അതുള്ളത്. ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് ഒന്ന് ഫാമിലി ഹിസ്റ്ററി ഉള്ള ബ്രസ്റ്റ് ക്യാൻസർ, അടുത്ത ഫാമിലി ഹിസ്റ്ററി ഇല്ലാത്ത ബ്രസ്റ്റ് ക്യാൻസർ. ഫാമിലി ഹിസ്റ്ററി ഉള്ള ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ എന്താ പറയുക, അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അല്ലെങ്കിൽ സഹോദരിക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അല്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അങ്ങനെയൊക്കെ ഉള്ളു. അപ്പോൾ അവർക്ക് കുറേ കൂടി നേരത്തെ, അതായത് അവർക്ക് ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ പ്രകാരം ഒരു 25ാമത്തെ വയസ്സിൽ, അതായത് അങ്ങനെ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്, അതിൻ്റേതായ ജനിതകമായ എന്തെങ്കിലും ചേഞ്ചുകളും ഉണ്ട് ശരീരത്തിൽ. കുറച്ച് മ്യൂട്ടേഷൻ അനാലിസിസ് ഉണ്ട്, ബ്രാക്ക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഉള്ളവരാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് കുറേ നേരത്തെ സ്ക്രീനിങ് തുടങ്ങും. 25 വയസ്സ് 30 വയസ്സൊക്കെ ആകുമ്പോൾ സ്ക്രീനിങ് തുടങ്ങുന്നത്. അല്ലെങ്കിൽ നോർമലാണെങ്കിൽ നമ്മളൊരു 40-45 വയസ്സാകുമ്പോൾ മാമോഗ്രാം വെച്ച് സ്ക്രീനിങ് ബ്രസ്റ്റ് ക്യാൻസറിനുണ്ട്. പിന്നെ ഒരു 35 വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ സ്വന്തമായിട്ട് എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ്. വീട്ടിന് സ്വന്തമായിട്ട് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് 2 ബ്രസ്റ്റും കൂടെ കക്ഷവും എക്സാമിൻ ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോവുകയോ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണുകയോ ചെയ്യുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരു മാമോഗ്രാം എടുക്കുക എന്നുള്ളതാണ് ഒരിത്. 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വർഷം കൂടുമ്പോൾ ഒരു മാമോഗ്രാം എടുക്കുന്നത് സ്ത്രീകളിൽ പെട്ടെന്ന് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ സഹായിക്കും. പിന്നെ രണ്ടാമത് ഇതുപോലെ സ്ക്രീനിങ് ഉള്ളത് ഒന്ന് കോളൻ ക്യാൻസറാണ്. അതിനകത്തൊരു 50 വയസ്സിന് മുകളിലുള്ളവർ 2 വർഷത്തിലൊരിക്കലൊക്കെ കൊളോണോസ്കോപ്പിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതും ഫാമിലി ഹിസ്റ്ററി, അതായത് കുറച്ച് ജനിതകമായ അതിനകത്തും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. FAP എന്നും HNPCC എന്നൊക്കെ പറഞ്ഞ് കുറേ ഡിസീസുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കുറേ കൂടി മുന്നേ കൊളോണോസ്കോപ്പി ചെയ്യാനുള്ള റെക്കമെൻഡേഷൻസ് ഉണ്ട്. സ്ക്രീനിങ് എന്താ പറയുക, ഏറ്റവും ഫലപ്രദമായി സ്ക്രീൻ ചെയ്യാൻ പറ്റുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ്. പിന്നെ ഓറൽ ക്യാവിറ്റി നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റുന്നതാണ്. വായ്ക്കകത്ത് നല്ലവണ്ണം എക്സാമിൻ ചെയ്യുക. അത് എല്ലാവർക്കും അല്ല. ഈ ഗുഡ്ക, പാൻ ഇതൊക്കെ ച്യൂ ചെയ്യുന്നവർക്ക്, സ്മോക്കിംഗ്, അവർക്കാണ് അതിൻ്റെ കൂടുതലും ബെനിഫിറ്റ് വരിക. നോർമലുള്ള ആൾക്കാർക്ക് അതിൻ്റെ റിസ്ക് വളരെ കുറവായിരിക്കും. ഡോക്ടർ, ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അടുത്തിടെ നമ്മൾ
സിനിമ നടൻ ജിഷ്ണുവിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാവ് പല്ലുമായിട്ടൊന്ന് ഒരുമിച്ച് ഉണ്ടായ ഒരു മുറിവാണ് എൻ്റെ മകൻ്റെ മരണത്തിൽ കലാശിച്ചത്, ക്യാൻസറായി മാറിയത്. അങ്ങനെ ഉണ്ടാവും? അത് അങ്ങനെയല്ല. അത് നമ്മൾ ഈ വായ്ക്കകത്തുള്ള ക്യാൻസേഴ്സിൽ എപ്പോഴും നമ്മളൊരു മുറിവ് വന്നാലേ വാ നോക്കത്തുള്ളൂ. അല്ലാതെ ആരും ഇപ്പം നോർമലി ഇരിക്കുന്ന ഒരാൾ നമ്മളൊരിക്കലും പോയിട്ട് ഫുൾ വാ എക്സാമിൻ ചെയ്യത്തില്ല. നമ്മളെപ്പോഴും എന്തെങ്കിലും മുറിവ് വരുമ്പോഴോ കടിക്കുമ്പോഴോ ആയിരുന്നു നാക്കിൻ്റെ സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഷാർപ്പ് ടീത്ത് കൊണ്ടിട്ട് അങ്ങനെ വരാറുണ്ട്. അത് എന്താ പറയുക, നമ്മൾ റിപ്പീറ്റഡ് ട്രോമാസ് ക്യാൻ ലീഡ് ടു എ മാലിഗ്നൻസി എന്ന് പറയുന്നത് അത് വളരെ എന്താ പറയുക, അതിൻ്റെയൊക്കെ പെർസെൻറ്റേജ് വളരെ കുറവാണ്. യൂഷ്വലി ഈ പറയുന്നതിൻ്റെ ബേസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുറിവ് വന്നപ്പോഴാണ് നമ്മളത് നോക്കിയത്, അതുവരെ നമ്മളത് നോക്കിയിട്ടില്ല. ഇപ്പോൾ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സ്, മാലിഗ്നൻസീസ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ അവർ പറയും, സാറേ പല്ലിളക്കാൻ പോയതിന് ശേഷം ഇത് കണ്ടതെന്ന്. കാരണം പല്ലിളക്കാൻ പോയപ്പോഴാണ് അവരത് നോക്കിയത്, മനസ്സിലാകുന്നില്ല. അതുവരെ പല്ല് വേദന എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പല്ലിളക്കി കഴിഞ്ഞിട്ട് ആ മുറിവ് ഉണങ്ങുന്നില്ല, അപ്പോഴാണ് മനസ്സിലായത് അവിടെ എന്തോ ഉണ്ടെന്ന്. അല്ലെങ്കിൽ നാക്ക് കടിച്ച് പൊട്ടുമ്പോഴത്തേക്കും വരും, സാർ ആ നാക്ക് കടിച്ച് പൊട്ടിയതിന് ശേഷമാണ് അവിടെ ഗ്രോത്ത് ഉണ്ടായി തുടങ്ങിയത്. അങ്ങനെയല്ല, അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു, നാക്ക് കടിച്ച് പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇതൊരു നമ്മൾ എപ്പോഴാണ് ശ്രദ്ധിച്ചത് എന്നുള്ളതിൻ്റെ ഒരു വ്യത്യാസമാണ്. അതുപോലെ ഡോക്ടർ, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, ഈ അമ്മ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിരുന്നു, അത് ഭേദമായാലും ഇല്ലെങ്കിൽ ഈ ഡോക്ടറുടെ അടുത്ത് വന്നിട്ട് ചോദിക്കാറുണ്ട്, ഇങ്ങനെ അമ്മയ്ക്കുണ്ട്, അപ്പോൾ മോളെ വിവാഹം കഴിക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ ജീൻ എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, ഫാമിലി ഹിസ്റ്ററി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാൻസർ. ഫാമിലി ഹിസ്റ്ററി നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ഫാമിലി ഹിസ്റ്ററി ലീനിയേജ് ഉള്ള ഇതാണ് ബ്രസ്റ്റ് ക്യാൻസർ. പക്ഷേ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് എന്ന് വെച്ചാൽ മോളിന് ബ്രസ്റ്റ് ക്യാൻസർ വരണമെന്നില്ല. ഞാൻ ഈ പറഞ്ഞ ഫാമിലി ഹിസ്റ്ററി സാധനവും അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നു, നമ്മൾ ടെസ്റ്റൊന്നും ചെയ്തില്ല, ബ്ലൈൻഡായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ആ ഒരു എന്തെങ്കിലും മ്യൂട്ടേഷൻ ലീനിയേജ് പോയിട്ടുണ്ടോ. അപ്പോൾ അതിന് കുറച്ച് ടെസ്റ്റ് ഉണ്ട്, ബ്രാക്ക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടെസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വരുമെന്നുള്ളത്, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ക്യാൻസർ മാറ്റി വെച്ചിട്ട് കല്യാണത്തിൻ്റെ പാർട്ട് മാത്രം ആലോചിച്ച് കഴിഞ്ഞാൽ അത് ഒരു അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നു എന്ന് വെച്ച് മോളെ കല്യാണം കഴിക്കുന്നതിനകത്ത് പ്രശ്നമില്ല. അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ട് മോളുടെ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് ടെസ്റ്റ് ചെയ്യുകയോ അതിൻ്റെ ഇത് ചെയ്യാതിരിക്കുന്നതാണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ പോയിട്ട് ഞാൻ എന്താ പറയുക, അവരോട് പോയിട്ട് ഇപ്പോൾ ബ്രാക്ക മ്യൂട്ടേഷൻ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവരൊരു സ്ക്രീനിങ് ആയിട്ട് മാമോഗ്രാമെങ്കിലും ചെയ്തിരിക്കണം. അങ്ങനെയാണ്. ഈ ബ്രസ്റ്റ് ക്യാൻസറിലെന്ന് പറയുമ്പോൾ ഏറ്റവും ഫേമസ് ആയൊരു നെയിമുണ്ട്, ആഞ്ചലീന ജോലി. അതെ, പുള്ളിക്കാരി ഇതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പാണ്. അതായത് ബ്രാക്ക എന്ന് പറയുന്ന മ്യൂട്ടേഷൻ ആയിരുന്നു പുള്ളിക്കാരിയുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്നത്. പുള്ളിക്കാരി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, പുള്ളിക്കാരി 2 ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. സോ 2 ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നത് വഴി പുള്ളിക്കാരി 2 ബ്രസ്റ്റ് റിമൂവ് ചെയ്തിട്ട് ഓങ്കോപ്ലാസ്റ്റ് ചെയ്തു. അതുവഴി നമ്മുടെ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് എ ബ്രസ്റ്റ് ക്യാൻസർ വളരെയധികം പുള്ളിക്കാരി കുറയ്ക്കുകയാണ് ചെയ്തത്. മനസ്സിലല്ലേ? പുള്ളിക്കാരി കല്യാണം കഴിച്ചില്ലെന്ന് വെച്ചാൽ കല്യാണം കഴിച്ച ഒരുപാട് കുട്ടികളുണ്ട്, വലിയ സെലിബ്രിറ്റി ആയിട്ട് ജീവിക്കുന്നു. അപ്പോൾ അതാണ് പുള്ളിക്കാരി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊരു ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളാണ്, വിത്ത് ആ ഒരു മ്യൂട്ടേഷനും ഉള്ള ആളാണ്. ഓക്കെ ഡോക്ടർ, നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല പൊതുവേ എങ്ങനെയാണ് ജെനറ്റിക്സും ക്യാൻസറും തമ്മിലുള്ള ബന്ധം? ജെനറ്റിക്സും ക്യാൻസറും തമ്മിൽ നോക്കുമ്പോൾ നമ്മളിപ്പോൾ പോസ്റ്റർ ചൈൽഡായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ പറഞ്ഞു എന്നേ ഉള്ളൂ. ബ്രസ്റ്റ് മാത്രമല്ല, ഓവറി, പാൻക്രിയാസ്, പ്രോസ്റ്റേറ്റ്, പിന്നെ നമ്മുടെ സ്റ്റൊമക്ക്, അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ക്യാൻസേഴ്സ് ഇതുണ്ട്. നമുക്കൊരു ജനതികമായൊരു ബന്ധമുണ്ട്, ഫാമിലിയൽ ഇതുണ്ട്, ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതുണ്ട്. സാർക്കോമാസ് ഉണ്ട്, ബ്രെയിൻ ട്യൂമേഴ്സ് ഉണ്ട്. അപ്പം ബ്രസ്റ്റ് നമ്മളൊരു പോസ്റ്റർ ചൈൽഡായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. ഒരുപാട് ക്യാൻസേഴ്സ് ഇതേപോലെ നമുക്ക് അങ്ങനെ ഹെറിഡിറ്ററി ആയിട്ട് പടരാൻ സാധ്യതയുള്ള ഒരുപാട് ക്യാൻസേഴ്സ് ഉണ്ട്. അതിൽ ബ്രസ്റ്റ് ഓവറിൻ്റെ പെർസെൻറ്റേജ് കൂടുതലാണെന്നുള്ളതാണ്. ഇപ്പോൾ ഓവറിയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു 10-20% അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ള, ബാക്കിയുള്ളതൊക്കെ ചിലപ്പോൾ ഒരു 5% താഴെ അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, ബ്രസ്റ്റ് ഓവറി മാത്രമല്ല, ഒരുപാട് ക്യാൻസേഴ്സിന് ഫാമിലിയൽ പ്രിഡിസ്പോസിഷൻ ഉണ്ട്. അതുപോലെ ഡോക്ടർ, നമുക്ക് നേരത്തെ കണ്ടെത്തിയാൽ സുഖപ്പെടുത്താം എന്നുള്ളതും അല്ല, ഇത് കുറച്ച് കഠിനമാണ് ഇതിൻ്റെ യാത്ര, അങ്ങനെയുള്ള
ക്യാൻസർ അങ്ങനെ വേർതിരിച്ചാൽ ഏതൊക്കെയായിരിക്കും? അതായത് നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ക്യാൻസേഴ്സിനും നമുക്കിപ്പോൾ എന്താ പറയുക, ഫലപ്രദമായ ചികിത്സ ഉണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഫലപ്രദമായ ചികിത്സ ഉള്ള ക്യാൻസേഴ്സാണ് ബ്രസ്റ്റ് ആയിരുന്നാലും ഓവറി ആയിരുന്നാലും കോളൻ ക്യാൻസർ, കുടലിലെ അർബുദം, അതൊക്കെ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സ്, പിന്നെ അല്ലെങ്കിൽ ലിംഫോമ എന്നൊക്കെ പറയുന്ന ക്യാൻസേഴ്സ്, അതൊക്കെ വളരെ ഫലപ്രദമായി നമുക്ക് ചികിത്സിക്കാം. എന്നാൽ ബ്രെയിനിൽ വരുന്ന ചില GBM എന്ന് പറയുന്നുണ്ട്, നമുക്കൊരു പരിധി വരെ ചികിത്സിക്കാമെന്നല്ലാതെ നമുക്ക് ചികിത്സിച്ചാൽ തന്നെ നമുക്കറിയാം കുറച്ച് കഴിയുമ്പോൾ ഇത് മോശമാവും എന്നുള്ളത്. അതൊരു മാക്സിമം ഒരു 2 years 3 years അങ്ങനെ പോകും. രണ്ടാമതൊരെണ്ണം പാങ്ക്രിയാറ്റിക് ക്യാൻസർ എന്ന് പറയുന്നത്. അത് ഒന്നാമത് പാങ്ക്രിയാസ് നമ്മുടെ വയറിനുള്ളിലാകുമ്പോൾ ഉള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സിംറ്റം അറിയാൻ ചിലപ്പോൾ കുറേ സമയമെടുക്കും. വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ട് ചിലപ്പോൾ സിംറ്റം അറിയും. ഈവൻ പാങ്ക്രിയാറ്റിക് ക്യാൻസർ അത്ര അഡ്വാൻസ്ഡ് ആയില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു ചികിത്സാ രീതിയിൽ അത്ര ഫലപ്രദമായി നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നതല്ല. ആദ്യത്തെ ഒരു ഇനിഷ്യൽ റെസ്പോൺസ് തരും നമ്മുടെ ചികിത്സയിൽ, പക്ഷേ ഇവഞ്ച്വലി അത് വീണ്ടും മോശമായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണൊന്ന്. പിന്നെ അതേ സെയിം ഏരിയയിൽ തന്നെ ഒരു കൊളാഞ്ചിയോ കാർസിനോമ എന്ന് പറയുന്ന ക്യാൻസറുണ്ട്. അതായത് നമ്മുടെ പിത്തത്തിൻ്റെ തൈലം, ഗോൾ ബ്ലാഡറിൻ്റെ ഇതിനകത്തുമായി ബന്ധപ്പെട്ട ഒരു ക്യാൻസർ. അതും നമ്മളിപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ പോലും കോൺഫിഡൻ്റായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേഷ്യൻറ്റിനോടൊരു കോൺഫിഡൻറ്റിൽ പറയുമെങ്കിൽ പോലും നമുക്കറിയാം തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് എക്സ്പെക്റ്റ് ചെയ്ത് തന്നെ പോകണം. ഒരു മേ ബി ഒരു 2-3 years ഒക്കെ ആ ലൈഫ് സ്പാൻ നമുക്കൊന്ന് എക്സ്പെക്റ്റ്, അതായത് നമ്മളിപ്പോൾ കാണുന്ന ഒരു സ്റ്റഡീസ് വെച്ചിട്ട് ഒരു 50 മുതൽ 80% ആൾക്കാർക്ക് വരെ ആ ലൈഫ് സ്പാനേ കിട്ടുള്ളൂ. ആരെങ്കിലും അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോസ് ചെയ്യാം. പക്ഷെ അത് നമുക്കൊരു എന്താ പറയുക, സ്റ്റാറ്റ്സ് പ്രകാരം നമുക്ക് അങ്ങനെ അത് പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം 100 പേരെ ചികിത്സിച്ചിട്ട് 2 പേർക്ക് ഒരു 5 വർഷത്തിൽ കൂടുതൽ ആയുസ്സുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾക്കും കാണും എന്നെനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ക്യാൻസേഴ്സ് ഇപ്പോഴും ഉണ്ട്. നമ്മുടെ ചികിത്സാ രീതി ഇനിയും മുന്നോട്ട് പോകേണ്ട കുറച്ച് ക്യാൻസേഴ്സ് ഇതൊക്കെയാണ്. അതുപോലെ ഡോക്ടർ, കുറേ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ, കുറേ പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊരു മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻറ്റ്, അത് നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ, ഇപ്പോഴും മനസ്സിലങ്ങനെ നിൽക്കുന്ന ഒരു അനുഭവം പറയാൻ അങ്ങനെ ഉണ്ടാവുമോ? മറക്കാൻ പറ്റാത്ത ഇൻസിഡൻ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് എയിംസിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ പീഡിയാട്രിക്സ് എന്നാൽ തീരെ കൊച്ചുകുട്ടികൾ, അതായത് 1 വയസ്സിന് താഴെയുള്ള കുട്ടികളെയൊക്കെ ഒരുപാട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് നമ്മളുമായിട്ട് കുട്ടികൾ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഇതിൽ വളരെയധികം കമ്പനിയാവും. പക്ഷെ അതിനകത്ത് എല്ലാവരും നമുക്ക് രക്ഷിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതൊരു മറക്കാൻ പറ്റാത്തൊരിതാണ്. പക്ഷെ പോസിറ്റീവ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് പേര്, അതായത് ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉള്ളവർക്ക് നട്ടെല്ല് അസുഖം ബാധിച്ചിട്ട് ഈ നമ്മുടെ സ്പൈനൽ കോഡ് അതിനകത്ത് പ്രശ്നം ബാധിച്ച് നടക്കാൻ പറ്റാതെയാവും. അവർക്കൊരു ഹോർമോൺ തെറാപ്പി കൊടുത്ത പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് വീൽ ചെയറിൽ അല്ലെങ്കിൽ ട്രോളിയിൽ വന്നവർ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് 1-2 മാസം കഴിഞ്ഞ് നടന്നു വരുന്ന അങ്ങനെയും കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു എന്താ പറയുക, ക്യാൻസർ തെറാപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു മിക്സാണ്. നമുക്ക് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടാവും. നമ്മൾ രണ്ടിലും ഇതാവരുത്. നമ്മളൊരു പോസിറ്റീവ് കണ്ടിട്ട് അടുത്ത പേഷ്യൻറ്റും പോസിറ്റീവ് ആവുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആവണമെന്നില്ല. ഒരു നെഗറ്റീവ് കണ്ട് ഇനി അടുത്ത പേഷ്യൻറ്റും ഇങ്ങനെ തന്നെ പോകുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലില്ല. അധികം സന്തോഷിക്കാനും പാടില്ല, അധികം ദുഃഖിക്കാനും പാടില്ല. അതൊരു ഇതിൽ പോവുകയാണെങ്കിൽ മാത്രമേ ക്യാൻസർ. എനിക്ക് തോന്നുന്നു ഈ ജേർണിക്കൊപ്പം ഡോക്ടറും ഇവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത്. അത് യൂഷ്വലി നമ്മളിപ്പം MBBS കഴിയുന്ന ആൾക്കാരോട് ചോദിച്ചാൽ പോലും എല്ലാവർക്കും ഇതൊരു ഡിപ്രസിങ് ഫീൽഡാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അവർക്ക് ഞങ്ങൾക്ക് MBBS കഴിയുമ്പോൾ പോലും, എനിക്ക് ഇപ്പോഴത്തെ അറിയത്തില്ല, ഞാൻ പഠിക്കുന്നൊരു സമയത്ത്, ആ സമയത്ത് നമുക്ക് MBBS ടൈമിൽ ഓങ്കോളജിയിൽ നമുക്കൊരു എക്സ്പോഷർ ഇല്ല. ക്യാൻസർ എന്താണ് എന്നുള്ളത് നമുക്ക് 2-3 തിയറി ക്ലാസ്സുകളിൽ പറഞ്ഞു തരുന്നതല്ലാതെ വേറെ ക്യാൻസർ പേഷ്യൻസായിട്ടോ അങ്ങനെ ഒരു എക്സ്പോഷർ ഇല്ല. നമ്മളതൊരു PG ലെവലിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ വരുമ്പോഴാണ് നമ്മൾ അത് അറിയുന്നത്, അല്ലെ സൂപ്പർ സ്പെഷ്യലൈസ് ചെയ്യാൻ വരുമ്പോൾ. അപ്പോൾ അപ്പോൾ MBBS കഴിഞ്ഞ് ഒരു സ്പെഷ്യലൈസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ, അതായത് ഒരു ഡോക്ടറല്ല, ഒരു ജനറൽ പബ്ലിക്കിൽ എന്താണോ ക്യാൻസർ പെർസെപ്ഷൻ, ആ പെർസെപ്ഷനിലാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. അവിടെ നിന്നാണ് നമ്മൾ നോക്കുമ്പോൾ ഞാൻ ചികിത്സിക്കുന്ന ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നുണ്ടല്ലോ എന്നുള്ള ഇതിലേക്കൊക്കെ മാറി വരുന്നത്. ഇപ്പോഴും ഒരുപാട് പേര് എന്നോട് പറയും, അയ്യോ എല്ലാവരും ഇതായിരിക്കുമല്ലോ എന്ന്. ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ എന്താ പറയുക, ഞാൻ ചികിത്സിച്ച് രക്ഷപ്പെട്ട് ഇപ്പോഴും ഓക്കെ ആയി നടക്കുന്നത്. അതായത് ഞാൻ പണ്ട് എയിംസിൽ പഠിക്കുമ്പോൾ എൻ്റെ നല്ല സീനിയർ
സാറ് ചികിത്സിക്കുന്ന സമയത്ത് ആ വന്ന പേഷ്യൻ്റ് കുട്ടിയായിരുന്നു. കുട്ടികളുടെ വരുന്ന ക്യാൻസറാണ് ചികിത്സ. പുള്ളിക്കാരൻ്റെ കൊച്ചുമോനെ കൊണ്ടാണ് വന്നത്. കൊച്ചുമോന് ക്യാൻസറായിട്ട് വന്നതല്ല, സാറിനെ കാണാൻ വേണ്ടി വന്നത്. മനസ്സിലല്ലേ? അങ്ങനത്തെ ആ ഒരു ജേണി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ചോദിക്കട്ടെ ഡോക്ടർ, ഇന്നൊരു ആദ്യ സ്റ്റേജിൽ തിരിച്ചറിഞ്ഞ് ഡോക്ടറെ മുന്നിൽ വന്നിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഡോക്ടർ എന്തായിരിക്കും അവരോട് പറയുക, അല്ലെങ്കിൽ ഒരു ധൈര്യം കൊടുക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുക? ഇന്ത്യയിൽ ഇപ്പോഴും എല്ലാം വരുന്നതിലൊരു 50% ആൾക്കാരുടെ ബൈസ്റ്റാൻഡേഴ്സ് വന്നിട്ട് പറയും, സാറേ ക്യാൻസറാണെന്ന് പറയരുത്. അതെ, പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഡൗണായി പോവും. ഇതാണ്. അപ്പോൾ ഞാൻ കൂടുതലും ബൈസ്റ്റാൻഡേഴ്സ് എന്താണോ പറയുന്നത് അതിനോട് ചേർന്നേ പറയുള്ളൂ. ക്യാൻസർ അല്ല എന്ന് ഞാൻ ഒരു രോഗിയോടും പറയത്തില്ല. അവരറിയണം. കാരണം ബൈസ്റ്റാൻഡറിന് അത് പറഞ്ഞാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചികിത്സയുടെ എല്ലാ നമ്മുടെ ചികിത്സയ്ക്ക് ബെനിഫിറ്റ് കിട്ടുന്നതിന് മുന്നേ ഇപ്പോൾ ഒരു സർജറി നടക്കുന്നു. അപ്പോൾ ആ സർജറിയുടെ ഓപ്പറേഷൻ പോകുന്നത്, അനസ്തേഷ്യ കൊടുക്കുന്നത് എല്ലാ പേഷ്യൻ്റാണ്. കീമോ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പേഷ്യൻ്റാണ്. റേഡിയേഷൻ കൊടുക്കുന്നുണ്ട് അത് പേഷ്യൻ്റാണ്. ബൈസ്റ്റാൻഡറിന് പുറത്ത് നിന്ന് സാർ പറയില്ലെന്ന് പറഞ്ഞാൽ മതി, അനുഭവിക്കുന്നത് മൊത്തം ആ പേഷ്യൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിൽ നമ്മൾ പറയും. ഒരു പ്രൈമിങ് പ്രോസസ്സാണ്. അപ്പോൾ സ്റ്റേജ് 1 ആണെങ്കിൽ അധികം പ്രൈം ചെയ്യാനില്ല, അമ്മ ഓക്കെയാണ്, എല്ലാം ഓക്കെ ആയി പോകും. സ്റ്റേജ് 4 ആണെങ്കിൽ 4ാമത്തെ സ്റ്റേജാണ്. അങ്ങനെയാണെങ്കിൽ ഓരോരോ വിസിറ്റിൽ നമ്മൾ ഓരോ ലെവലിൽ പറഞ്ഞ് അവർക്കും അതൊരു മനസ്സിലാവുന്ന, അവർ അക്സെപ്റ്റ് ചെയ്യുന്നൊരു ഇതിലേക്ക് വരും. അവർ മനസ്സിലായി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫൈറ്റ് ചെയ്ത് പുറത്തു വരാനുള്ള ഒരു വില്ല് കൂടും. മനസ്സിലായില്ല? അവർക്ക് ആദ്യം അത് മനസ്സിലായില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു 5 കീമോ കഴിഞ്ഞ് അല്ലെ 6 കീമോ കഴിഞ്ഞ് നമ്മൾ സ്കാൻ എടുക്കുന്നു. സ്കാനിൽ അവർ ഇപ്പോൾ അസുഖം വീണ്ടും കൂടിയെന്ന് കാണും. അവർ അപ്പം തന്നെ ഡൗൺ ആയിപ്പോവും. മറ്റേത് അവർക്കൊരു ഐഡിയ ഉണ്ട്, എനിക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന രീതിയിൽ എനിക്ക് പോകാൻ പറ്റും, അതാണ് എനിക്ക് മാക്സിമം പറ്റുന്നത്. അല്ലെങ്കിൽ അത് നമ്മളെ സ്കാനിൽ ചിലപ്പോൾ കണ്ടില്ലെങ്കിലും എൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പോഴും നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതേ എനിക്ക് പറ്റുന്നുള്ളൂ. അപ്പോൾ ആ ഒരു എന്താ പറയുക, അത് പേഷ്യൻ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചികിത്സ വളരെ എളുപ്പമാണ്. അവർക്ക് അവരുടെ എന്താ പറയുക, അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ അവർക്ക് കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതാണ് നമ്മൾ ആ ഒരു പേഷ്യൻറ്റും ബൈസ്റ്റാൻഡേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസിൽ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ഇതാണ്. വേറൊരു പ്രശ്നം ഞാൻ നേരിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈസ്റ്റാൻഡറും പേഷ്യൻറ്റും എല്ലാവരും കൂടെ ഒത്തുവരും. എന്നിട്ട് ഒത്തൊരു ചോദ്യം ചോദിക്കും, സാറേ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ പറയും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിനെ പുറത്താക്കിയിട്ട് ബൈസ്റ്റാൻഡർ, അയ്യോ സാർ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നല്ലോ എന്ന് പറയും. അപ്പോൾ ഞാൻ അവരോട് പറയുന്നത്, ഞാനിങ്ങനെ പറയാൻ പാടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആദ്യം എന്നോട് വന്ന് പറയണം, നിങ്ങളെന്താ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന്. മനസ്സിലാവില്ല? അവർ ചിലപ്പോൾ ഒന്നുമില്ല ഇന്ന് കാണിച്ചിട്ട് വീട്ടിൽ പോകാതായിരിക്കും പറഞ്ഞു വയ്ക്കരുത്. അത് ഞാൻ അറിയില്ല എങ്കിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയും, ക്യാൻസറാണെങ്കിൽ ക്യാൻസറാണെന്ന് പറയും. പ്രോഗ്നോസിസ് എത്രമാത്രം നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യം ആദ്യത്തെ സെറ്റിങ്ങിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞെന്ന് വരത്തില്ല. ബൈസ്റ്റാൻഡേഴ്സിനോട് പറയും, കൂടെ വരുന്ന ആൾക്കാരോട് പറയും. മറ്റേത് പതുക്കെ ഓരോരോ സ്റ്റെപ്പിലായിട്ട് പറഞ്ഞു പോകും. നമുക്ക് തന്നെ കുറേ കാലമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് നമുക്കറിയാം ഒരു മാക്സിമം എവിടെയാണ് എത്താൻ പോകുന്നതെന്ന്. ആ ഒരു പോയിന്റിലെത്തുമ്പോൾ പറയാം, ഇതാണ് നമ്മൾ അറ്റൈൻ ചെയ്യാൻ പോകുന്ന മാക്സിമം. ഇനി ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. നിങ്ങൾക്കിപ്പോൾ നടന്നു വരാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കാൻ പറ്റുന്നുണ്ട്, ആ കൂടെ വരുന്നവരെ ആശ്രയിക്കാതെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ പറ്റും. ഇതെത്ര കാലം ഇങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റും അത്രയും കാലം കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആദ്യത്തെ സ്റ്റേജ് ക്യാൻസേഴ്സ് അല്ലെങ്കിൽ 2ാമത്തെ സ്റ്റേജ് ക്യാൻസർ അല്ലെങ്കിൽ 3ാമത്തെ സ്റ്റേജ് ക്യാൻസർ അത് ഓക്കെ ആകുമ്പോഴത്തേക്കും അത് ഓക്കെ ആയിട്ടുണ്ട്, നമ്മൾ സർജറി എല്ലാം കഴിഞ്ഞു, എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്, കീമോ എല്ലാം കഴിഞ്ഞു, ഓക്കെ ടാറ്റ ബൈ ബൈ, ഇനി ഫോളോ അപ്പ് വരാം. ഓരോ സ്റ്റേജ് അനുസരിച്ചിട്ട് അതിൻ്റെ കൗൺസിലിങ്ങിൽ ഒരു വ്യത്യാസം വരും. അപ്പോൾ ഈ ഏത് സ്റ്റേജ്, ഇപ്പോൾ 2nd 3rd ഒക്കെ ആയാലും ഒരു റിഗ്രസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിലൂടെ എന്തായാലും കടന്നു പോകും. അതിപ്പോൾ കീമോ ആയാലും കടന്നു പോകേണ്ടി വരില്ലേ? അത് സ്റ്റേജും ക്യാൻസറും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ആദ്യത്തെ സ്റ്റേജുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സർജറിയും ഹോർമോണൽ തെറാപ്പി ടാബ്ലറ്റ്സ് ഒക്കെ മാത്രം വേണ്ടി വരത്തുള്ളൂ. കീമോ ചിലപ്പോൾ വേണ്ടി വന്നെന്ന് വരത്തില്ല. എല്ലാത്തിനും സ്റ്റേജ് മാത്രമല്ല ഏത് ക്യാൻസർ ആണെന്നുള്ളതും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എത്രമാത്രം ചികിത്സ വേണം, കീമോ വേണോ, സർജറി വേണോ, റേഡിയേഷൻ വേണോ, അതോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണോ. ഇപ്പോൾ വാക്കകത്ത് വരുന്ന ക്യാൻസർ സ്റ്റേജ് 1 നാക്കിൽ വരുന്ന ക്യാൻസർ സർജറി മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല.
അപ്പോൾ അതെല്ലാം ഓരോ സ്റ്റേജും ഓരോ ക്യാൻസറും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത്തരം ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു ക്വാളിറ്റി ലൈഫ് അഷ്യൂർ ചെയ്യാൻ എങ്ങനെയായിരിക്കും ഇത് ബാലൻസ് ചെയ്യേണ്ടത്? ക്വാളിറ്റി ഓഫ് ലൈഫാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ആളിനെ രക്ഷിക്കാൻ വേണ്ടി ചികിത്സിച്ച്, അതായത് നടന്നു വരുന്ന ആൾ, ക്യാൻസറായിട്ടുള്ള നടന്നു വരുന്ന ആളിനെ രക്ഷിക്കാൻ വേണ്ടി ചികിത്സ കൊടുത്തു, ആൾ കിടപ്പിലായി. ആ ചികിത്സയ്ക്ക് അർത്ഥമില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ചികിത്സയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നതിന് അവിടെ അയാളെ ഒന്നീ ചികിത്സ കുറയ്ക്കുക, അല്ലെങ്കിൽ ചികിത്സിക്കാതിരിക്കുക. ക്വാളിറ്റി ഓഫ് ലൈഫിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ ഇപ്പോഴും ആ ഒരു കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് അധികം വരുന്നില്ല. പക്ഷേ എൻ്റെ ഒരു ഇതും എന്നെ പഠിപ്പിച്ച ആൾക്കാരും എല്ലാവരുടെയും ഒരു കൺസെപ്റ്റ് അതാണ്. നമ്മൾ ക്വാളിറ്റി ഓഫ് ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ ചികിത്സിച്ച ആൾക്കാർ മോശമായി പോരുത്. അസുഖം ഭേദമായി, പക്ഷെ ആളിനെ എഴുന്നേക്കാൻ വയ്യ. അതുകൊണ്ട് ആർക്കും ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഫാമിലിക്കുള്ളവർക്ക് കൂടുതൽ ബേർഡനായി. അസുഖം വന്ന രോഗിക്കാണെങ്കിൽ സ്വന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, നേരത്തെ ആണെന്നെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാനെങ്കിലും പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്യാൻസർ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടിനേക്കാളും വലിയ ബുദ്ധിമുട്ട് ചികിത്സിച്ച് കൊടുക്കാൻ പാടില്ല. ക്വാളിറ്റി ഓഫ് ലൈഫിനാണ് നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ്. ഡോക്ടർ, അതുപോലെ തന്നെ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഈ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്ന പോലെ തന്നെ ഫിനാൻഷ്യലി ഇതെങ്ങനെ നേരിടും? ഇത് വളരെ ചിലവേറിയ ട്രീറ്റ്മെൻ്റ് ആണോ? അത്തരം ഒരു ഭയം എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വരുമ്പോൾ ക്യാൻസർ വളരെയധികം ചിലവേറിയ ട്രീറ്റ്മെൻറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളെ ട്രഡീഷണൽ കീമോ മരുന്നുകൾ വലിയ ചിലവുള്ളതല്ല. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ടാർഗറ്റഡ് തെറാപ്പി അല്ലെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു ചികിത്സയ്ക്ക് 1,00,000 രൂപയോളം അടുപ്പിച്ച് വരും ഒരു ഡോസ്. അപ്പോൾ ഒരു ഡോസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഒരു റെഗുലർ ഇത് നോക്കുവാണെങ്കിൽ മാസത്തിലൊരു ഡോസ്, ഒരു ആവറേജ് ഇതിൽ പിടിച്ചു കഴിഞ്ഞാൽ മാസത്തിലൊരു ഡോസ് അല്ലെങ്കിൽ 3 ആഴ്ചയിലൊരു ഡോസ്. അപ്പോൾ നമുക്ക് അത് വെച്ച് കൂട്ടി നോക്കിയാൽ മതി. അതായത് ഇപ്പോൾ ഒരു 3 ആഴ്ചയിലൊരു ഡോസ് വെച്ചിട്ടാണെങ്കിൽ ഒരു മാസത്തേക്ക് എടുക്കണമെങ്കിൽ 10-17 ഇഞ്ചക്ഷൻ വരും. അതിനകത്ത് പിന്നെ അവരുടെ കമ്പനീസിൻ്റെ സൈഡിൽ നിന്ന് കുറേ പേഷ്യൻ്റ് അസിസ്റ്റൻസ് പ്രോഗ്രാം അങ്ങനെയൊക്കെ എല്ലാം വെച്ചിട്ട് ഇപ്പോൾ ഉള്ള ഒരു ഇമ്മ്യൂണോതെറാപ്പിയൊക്കെ എടുത്തു പോകാൻ ഒരു എത്രയാണ് പറയുക, ഒരു 7 to 12 lakhs 15 lakhs ഇടയിൽ വരും. ഇതിന് മുകളിലോട്ടുള്ള അടുത്ത മരുന്നുകളുണ്ട്. അതായത് TDXD എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മരുന്നുകൾ. അതൊക്കെ ചില ഒരു ഇഞ്ചക്ഷന് 3 ലക്ഷം 4 ലക്ഷം രൂപയോളം വരും. അതിൻ്റേതായ ബെനിഫിറ്റും ആ മരുന്നുകൾക്കുണ്ട്. അപ്പോൾ 3 ലക്ഷം വരുന്നത് ഒരു വർഷത്തേക്ക് എടുക്കണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 25 ലക്ഷം 30 ലക്ഷത്തിന് പുറത്ത് പോകും. 4ാമത്തെ സ്റ്റേജ് ക്യാൻസർ ആണെങ്കിൽ നമുക്ക് എത്ര കാലം ബെനിഫിറ്റ് ഉണ്ടോ അത്ര കാലം കൊടുക്കണമെന്നാണ്. അപ്പോൾ എല്ലാ വർഷവും 30 ലക്ഷം എന്നുള്ളത്. ഒരുപാട് ടാബ്ലറ്റ്സ് ഉണ്ട് 1 ലക്ഷം രൂപയൊക്കെ. അപ്പോൾ ഇതിൻ്റെ കുറഞ്ഞ മരുന്നില്ലെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കുറഞ്ഞ മരുന്നുണ്ട്. ഇതിൻ്റെ കുറഞ്ഞ മരുന്നിന് ഇപ്പോൾ പറഞ്ഞ മരുന്നുകളുടെ ബെനിഫിറ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടത്തില്ല. ആ മരുന്ന് 5 വർഷം കുഴപ്പമില്ലാതെ പോകുമെങ്കിൽ കുറഞ്ഞ മരുന്നിൽ 1 വർഷം 2 വർഷം പോവുള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ കുറഞ്ഞ മരുന്നിലാണെങ്കിൽ അത് കഴിയുമ്പോൾ മരുന്ന് മാറ്റേണ്ടി വരും, വീണ്ടും അടുത്ത മരുന്ന് ഇടേണ്ടി വരും. നേരത്തെ പറഞ്ഞതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് കിട്ടത്തില്ല, പൈസ എന്നാൽ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ടു ബി ഫെയർ അത് നല്ല കോസ്റ്റ്ലിയാണ്, നമുക്ക് ചിലവേറിയതാണ്. അതൊരു എന്താ പറയുക, ഒരു സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ളതല്ല. ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് കുറേ സപ്പോർട്ടുകൾ വരുന്നുണ്ട്. കുറേ മരുന്നുകളുടെ GST കുറയ്ക്കുന്നു, പ്രൈസ് കൺട്രോൾ ഇടുന്നു. എന്നാൽ പോലും ഇപ്പോഴും അത് ഒരു ഫുള്ളി അഫോർഡബിൾ ടു ഓൾ പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് സെറ്റപ്പിൽ തന്നെ ചെന്നാൽ പോലും ഈ മരുന്നുകളൊന്നും എല്ലായിടത്തും അവൈലബിൾ ആയിട്ടില്ല. അവിടെ വീണ്ടും നമ്മളത് പർച്ചേസ് ചെയ്ത് തന്നെ എടുക്കേണ്ടി വരും. ഇപ്പോൾ സർജറിയുടെ കാര്യം പറയുകയാണെങ്കിൽ റോബോട്ടിക്സ് ഒക്കെയാണ് പുതിയ കാലമാണ്. റോബോട്ടിക് സർജറിക്ക് നല്ല കോസ്റ്റാണ്. സാധാരണ ഒരു നോർമൽ സർജറിക്കാളും റോബോട്ടിക് സർജറി ബെനിഫിഷ്യലായിട്ടുള്ള കുറേ ഇതുണ്ട്. അവിടെ ആ സർജറി ചെയ്യുന്നതിന് സാധാരണ സർജറി ചെയ്യുന്നതിന് 5-6 ഇരട്ടി കോസ്റ്റിലേക്ക് പോകും. റേഡിയേഷൻ്റെ കാര്യം പറഞ്ഞാൽ പോലും സാധാരണ ഉള്ള മെഷീനിൽ നിന്ന് ഇപ്പോൾ അപ്പോളോ പ്രോട്ടോൺ സെൻറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയാണ്, ഇപ്പോൾ ചെന്നൈയിലുള്ള ഒരു അപ്പോളോ പ്രോട്ടോൺ സെൻറ്റർ ഉണ്ട്. അവിടെയാണ് ഇന്ത്യയിലെ റേഡിയേഷൻ മെഷീനിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനുകൾ. സാധാരണ ഒരു റേഡിയേഷൻ ചികിത്സ എടുക്കുന്നതിൽ നിന്നും ഒരു 10 ഇരട്ടി 15 ഇരട്ടിയാണ് ഇതിൻ്റെ ഒരു കോസ്റ്റ് വരിക. അപ്പോൾ മൊത്തത്തിലുള്ള ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഫോർ എ ജനറൽ പബ്ലിക് ഫുള്ളി അഫോർഡബിൾ എന്ന് പറയാനില്ല. ഓക്കെ, ചില ക്യാൻസേഴ്സ് അഫോർഡബിളാണ്. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഒരു പരിധി വരെ അഫോർഡബിളാണ്, ലങ് ക്യാൻസറൊക്കെ ഒരു പരിധി വരെ അഫോർഡബിളാണ്. എന്നാലും നമുക്ക് ചില സാധനങ്ങൾ വരുമ്പോൾ ആ കോസ്റ്റ് നല്ലവണ്ണം കൂടുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ട്രഡീഷണൽ കീമോ
ഇപ്പോഴത്തെ എല്ലാത്തിനും ആദ്യത്തെ ഇതായിട്ട് കീമോ കൊടുക്കണമെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, എന്തെങ്കിലും മ്യൂട്ടേഷൻസ് ഉണ്ടെങ്കിൽ ടാബ്ലറ്റ്സാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അവർക്ക് ആ ടാബ്ലറ്റ് കൊടുക്കുന്ന ബെനിഫിറ്റ് കീമോയ്ക്ക് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോസ്റ്റ് വളരെയധികം കൂടും ചില ട്രീറ്റ്മെൻറ്റ്സ്. അതുപോലെ ഡോക്ടർ, ഈ ലക്ഷണം കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നതിൽ ഞാൻ കേട്ടിട്ടുള്ളതാണ് ഈ ടോയ്ലറ്റിൽ പോകുമ്പോൾ ബ്ലഡ് വരുന്നു, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ കുടലിലെ ക്യാൻസർ അത് തിരിച്ചറിയാൻ പറ്റും. കുടലിലെ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാണ് ഇപ്പോൾ വിദ്യ പറഞ്ഞത്, അതായത് മലത്തിൽ കൂടി രക്തം വരിക എന്നുള്ളത്. മലത്തിൽ കൂടി രക്തം വരുന്ന എല്ലാം കുടലിലെ ക്യാൻസർ ആവണമെന്നില്ല. ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പൈൽസ് പോലുള്ളതൊക്കെ ആയിരിക്കും. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമ്മളതിനകത്ത് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് പ്രായമൊക്കെ അനുസരിച്ചിട്ട് നമ്മളൊരു ഗ്യാസ്ട്രോ ഡോക്ടറെ കാണുകയോ ഒരു ഓങ്കോളജിസ്റ്റിനെ കാണുകയോ ചെയ്ത് പിന്നെ അതിന് നമുക്ക് മുന്നോട്ടുള്ള ടെസ്റ്റുകൾ കൊളോണോസ്കോപ്പിയോ എൻഡോസ്കോപ്പിയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ക്യാൻസർ അത് ഒരിക്കലും നമുക്ക് നോർമലായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒരിക്കലും മലത്തിൽ രക്തം വരുന്ന നോർമലല്ല, മൂത്രത്തിൽ രക്തം വരുന്ന നോർമലല്ല, എവിടെയെങ്കിലും എന്തെങ്കിലും തടിപ്പ് കാണുന്നത് നോർമലല്ല. അപ്പോൾ നോർമലായിട്ട് എന്തുണ്ടെങ്കിലും അത് വച്ച് അത് ശരിയായിക്കോളും എന്ന് ചിന്തിക്കാതെ നമ്മൾ പോയി ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ക്യാൻസർ ആണെന്നുള്ള പേടിയിൽ അതിരിക്കുന്നു. അത് ഇനി പൈൽസ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് അതിൻ്റെ ചികിത്സ കഴിയുകയല്ലേ. ക്യാൻസർ ആണെന്നുള്ള പേടിയിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണിക്കാതെ അത് വളർത്തി വലുതാക്കുന്നൊരു പ്രവണതയും ആൾക്കാരിലുണ്ട്. ബ്രസ്റ്റ് ക്യാൻസറിലാണ് അത് ഏറ്റവും കൂടുതൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞ് എപ്പോഴും റിട്ടേൺ വരുന്നത് അതാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ക്യാൻസർ. ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ആ വരുന്ന ആളിനോട് ചോദിക്കും, നമ്മൾ ഇത് നേരത്തെ കണ്ടിരുന്നു മോനെ, പക്ഷെ പേടി കാരണം പറയാത്തത്. ഈ പേടി കാരണം അവസാനം അത് എന്താ പറയുക, നമ്മുടെ തൊലിയിലൊരു മുറിവുണ്ടാക്കി അതിൽ നിന്ന് രക്തമൊക്കെ വന്ന് തുടങ്ങുമ്പോഴാണ് പിന്നെ ആ പേടിയും വെച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാകുമ്പോൾ വരും. ആ ഒരവസ്ഥയിലെത്തുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞെന്ന് വളരെയധികം നമ്മുടെ ചികിത്സ വളരെയധികം പരിമിതിയാപ്പെടും. പിന്നെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വീണ്ടും വരും. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ മരുന്നുകളൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ വീണ്ടും എൻ്റെ കയ്യിലുള്ള ഓപ്ഷൻസ് വീണ്ടും ചെറുതാവും. നേരത്തെ പറഞ്ഞ ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കുക ഇതിനുള്ള സാധ്യത വളരെയധികം കുറയും. പക്ഷേ ഇത് ആദ്യത്തെ ഇതിൽ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു മഴ മാത്രം എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഓക്കെ ഇനി ഫോളോ അപ്പ് മതി എന്നുള്ള ഒരു ഇതിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു അവെയർനെസ് നമ്മുടെ നേരത്തെ പറഞ്ഞത് വെച്ച് പറയുമ്പോൾ നമ്മുടെ പോക്കറ്റിനെ രക്ഷിക്കാൻ അവെയർനെസ് ഹെൽപ്പ് ചെയ്യും. ഇനിഷ്യൽ സ്റ്റേജസിൽ വരുന്ന ഒരാളിനെ ഒരു ചെറിയൊരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സർജറിയുടെ ഒരു കോസ്റ്റ് കൊണ്ട് തന്നെ ചിലപ്പോൾ വേറൊന്നും ചികിത്സ വേണ്ടി വരത്തില്ല. ഡോക്ടർ, അതുപോലെ തന്നെ ക്യാൻസറിനോടനുബന്ധിച്ച് നമ്മൾ പറയാറുള്ളതാണ് പെയിൻ, ഈ വേദന സഹിക്കേണ്ടല്ലോ എന്ന് പറയുന്നത് വരെ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ മരിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട് വേദന സഹിക്കാതെ പോയല്ലോ എന്നൊക്കെ. അതുപോലെ ഈ പെയിൻ എത്രത്തോളം ക്യാൻസറുമായി അസോസിയേറ്റഡ് ആണ്? ഈ പെയിൻ കൂടുതലും എന്താ പറയുക, നമ്മുടെ ഒരു ക്യാൻസർ കുറച്ച് അഡ്വാൻസ് സ്റ്റേജസിൽ എത്തുമ്പോഴാണ് കൂടുതലും പെയിൻ കാണുക. ബ്രസ്റ്റിലൊരു മുഴ വന്നു എന്ന് വിചാരിക്കുക, അത് പെയിൻ ഇല്ലാത്ത മുഴയാണെങ്കിൽ എല്ലാവരും പറയും ഇത് ക്യാൻസർ ആയിരിക്കത്തില്ല എന്ന് പറയും. അങ്ങനെയല്ല, പെയിൻ ഇല്ലാത്ത മുഴയാണ് ക്യാൻസർ ആവാനുള്ള സാധ്യത കൂടുതൽ. അത് ഇവിടെ കഴുത്തിലൊക്കെ കഴലകൾ വരുന്നു, ലിംഫോമ എന്നുള്ള അസുഖം. പെയിൻ ഇല്ലെങ്കിൽ ആൾക്കാർക്ക് അതൊരു ഇതില്ല. അപ്പോൾ പക്ഷേ അങ്ങനെയാണ്, പെയിൻ ഇല്ലാത്തതാണ് ക്യാൻസർ ആവാനുള്ള സാധ്യത കൂടുതൽ. പെയിനുള്ളത് ചിലപ്പോൾ ഇൻഫെക്ഷനോ അബ്സസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ക്യാൻസറിൽ കൂടുതലും പെയിൻ വരുന്നത് ക്യാൻസർ കുറേ അഡ്വാൻസ് സ്റ്റേജസിലെത്തുമ്പോഴാണ്. അഡ്വാൻസ് സ്റ്റേജസിലെത്തുമ്പോൾ ക്യാൻസർ അവിടെയുള്ള ഞരമ്പുകളെ പിടിക്കുകയോ അല്ലെങ്കിൽ അവിടെ ഇപ്പം നമ്മുടെ എന്താ പറയുക വൻകുടലിലേക്ക് പറയുകയാണെങ്കിൽ ആ വൻകുടൽ അങ്ങ് ബ്ലോക്കായി വളർന്ന് അത് ബ്ലോക്കായി. അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ മലം മുന്നോട്ട് പോകത്തില്ല, അങ്ങനെ പെയിൻ വരാം. അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് ക്യാൻസർ ആണെങ്കിൽ അവിടെ നമ്മുടെ കുറേ നെർവ്സ് ഉണ്ട്, അതിൽ പിടിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് പെയിൻ വരാം. അല്ലെങ്കിൽ ക്യാൻസർ എല്ലിലേക്ക് പടരുമ്പോൾ എല്ല് പൊടിഞ്ഞു പോകുന്ന കാരണമുള്ള വേദന. അപ്പോൾ ക്യാൻസറിൽ വേദന വരുന്നു എന്ന് പറയുമ്പോൾ ക്യാൻസർ കുറച്ചൊരു അഡ്വാൻസ് സ്റ്റേജിലെത്തി എന്നാണുള്ളത്. ഇത് നമ്മുടെ ഇപ്പം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജിലുള്ള ക്യാൻസർ ചികിത്സയുടെ ഒരു ഉദ്ദേശം ആ പെയിൻ എന്ന് പറയുന്ന സിംറ്റംസിനെ കുറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. പെയിൻ കുറയുമ്പോൾ തന്നെ ആളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ വളരെയധികം വ്യത്യാസം വരും. വേദന കാരണം എഴുന്നേക്കാൻ പറ്റാത്ത ഒരാൾക്ക് വേദന ഒന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ എഴുന്നേക്കാൻ പറ്റുമ്പോൾ തന്നെ വലിയൊരു വ്യത്യാസം. ഒന്ന് എന്തെങ്കിലും ചികിത്സാ മൊഡാലിറ്റി ഉണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ സർജറി ആയിരിക്കും, ചിലപ്പോൾ റേഡിയേഷൻ ആയിരിക്കും, ചിലപ്പോൾ കീമോയോ എന്തെങ്കിലും മരുന്നുകളോ ഇമ്മ്യൂണോതെറാപ്പിയോ എന്തെങ്കിലും ആയിരിക്കും. രണ്ടും വേദനയ്ക്കായിട്ടുള്ള തന്നെ മരുന്നുകൾ, അതായത് മോർഫിനോ, അതൊരു നമുക്ക് ഓരോ ഗ്രേഡ് ഓഫ് പെയിൻ അനുസരിച്ചിട്ട് മരുന്ന് മാറിക്കൊണ്ടിരിക്കും. ഒരു ലോവർ എൻഡ് എന്താ പറയുക ഓപ്പിയോയിഡ്സ് മുകളിലേക്ക്, അതായത് മോർഫിൻ എന്ന് പറയുമ്പോൾ ഇത്തിരി ഏറ്റവും ടോപ്പ്
നല്ല പെയിനിന് വേറെ ഒന്നിനും കൺട്രോൾ ആവാത്ത പെയിനിലൊക്കെയാണ് മോർഫിനൊക്കെ വരിക. അതിന് താഴേക്ക് ട്രമഡോൾ, പിന്നെ പാരസെറ്റമോൾ, അങ്ങനെ ഒരു ഗ്രേഡിങ്ങിൽ നമ്മൾ പെയിനും കൂടെ ചികിത്സിക്കുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർഫിൻ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കൊരു ഇതുണ്ട്. അതായത് മോർഫിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു അഡിക്റ്റ് ആവും, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഫുൾ ബോധം കെട്ട് കിടക്കും. പെയിനുള്ള ഒരാൾക്ക് ആ പെയിൻ പോകേണ്ട ഡോസിലുള്ള മോർഫിനാണെങ്കിൽ അവർ അഡിക്റ്റ് ആവത്തില്ല. അത് ആ മോർഫിൻ്റെ ഒരു മെക്കാനിസത്തിൽ പെടുന്നതാണ്. നമുക്ക് വേദന മാത്രമേ പോകത്തുള്ളൂ. ആൾ ബോധം കെട്ട് കിടക്കുകയോ ഒരു ഡ്രഗ് അഡിക്റ്റ് ആവുകയോ ചെയ്യത്തില്ല. ആ ഒരു ഇതിൽ നമ്മൾ മോർഫിൻ കൊടുത്തെടുക്കാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഒരു ഡോസ് ഉണ്ട്, ആ ഡോസ് നമ്മൾ ടൈട്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ്. ആ ഒരു ഡോസിൽ എടുത്തു കഴിഞ്ഞാൽ അവർ അഡിക്റ്റ് ആവത്തില്ല. അവർക്ക് പെയിൻ നല്ലവണ്ണം കുറയുകയും അവർക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാനും പറ്റും. ഡോക്ടർ, നമ്മൾ കുറേ തവണ പരാമർശിച്ച് പോയി ഇമ്മ്യൂണോതെറാപ്പിയെക്കുറിച്ച്. എന്താണ് ഇമ്മ്യൂണോതെറാപ്പി, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇമ്മ്യൂണോതെറാപ്പി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും വന്നു, അതായത് നമുക്ക് ഒരു ഇൻഫെക്ഷനെ കുറിച്ച് സംസാരിക്കാം. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ വന്നു, നമ്മൾ ഒരു ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ അവരൊരു ആൻറ്റിബയോട്ടിക്കോ ആൻറ്റിവൈറലോ എന്തെങ്കിലും തരും. പക്ഷേ എന്താ അവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വന്ന ഇൻഫെക്ഷൻ പൂർണ്ണമായി എങ്ങനെ ഭേദമാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം അതിനെതിരെ പ്രതിരോധം തീർക്കും. അതിന് നമ്മുടെ ശരീരത്തിനകത്ത് ലിംഫോസൈറ്റ്സ് എന്നും അങ്ങനെ കുറേ ഇതുണ്ട്. കൂടുതൽ മെഡിക്കൽ ടേംസിലേക്ക് ഞാൻ പോകുന്നില്ല, അത് ഒന്ന് ഇത് ചെയ്തിട്ട്. അപ്പോൾ ശരീരം അതിനെതിരെ ഒരു പ്രതിരോധം തീർക്കും. ക്യാൻസർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യാൻസർ നമ്മുടെ ശരീരത്തിനെ പറ്റിക്കും. ക്യാൻസർ നമ്മുടെ ശരീരത്തിനോട് പറയും, ഞാൻ നിൻ്റെ കൂടെയുള്ള ആളാണ്, അപ്പോൾ എനിക്കെതിരെ ഇമ്മ്യൂണിറ്റി കൊണ്ടുവരരുത്. അപ്പോൾ നമ്മുടെ ശരീരം വിചാരിക്കും, ഇത് നമ്മുടെ കൂടെയുള്ള ആളാണ്, ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ക്യാൻസർ നമ്മുടെ ഇമ്മ്യൂൺ സെൽസിനെ പറ്റിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്യും. ഇതിനെ കട്ട് ചെയ്യുകയാണ് നമ്മുടെ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന സാധനം. ഇതിനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരം മനസ്സിലാക്കും, ഇവൻ പുറത്തുനിന്നുള്ളവനാണ്, ഇവനെ നമുക്ക് നശിപ്പിക്കണം. അതാണ് ഇമ്മ്യൂണോതെറാപ്പിയുടെ ഒരു ബേസിക്, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഒരു ഇത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം സ്വന്തമായ ക്യാൻസറിനെതിരെ ഒരു ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചിലർക്കിത് വളരെയധികം ഫലപ്രദമായിട്ട് വരും. കാരണം ശരീരം ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത ശരീരത്തിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം ഓർത്തു വയ്ക്കും. നമുക്ക് ഒരു തവണ വന്ന ഒരു വൈറസ് രണ്ടാമത് നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരം ഓർത്ത് വെച്ചിട്ട് ഇത് പണ്ട് വന്നതാണ്, ഇതിനെ ഇങ്ങനെയാണ് കൊല്ലേണ്ടതെന്ന് പറയും. അതുപോലെ ക്യാൻസറിനെ ശരീരം ഓർത്ത് വയ്ക്കും. അതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്, ഒരു മെലനോമ എന്ന് പറയുന്ന അസുഖത്തിനെ കുറിച്ച് പറയുന്നത്. അന്ന് അതിനകത്ത് ഇമ്മ്യൂണോതെറാപ്പി കൊടുത്തത് 10 വർഷം കഴിഞ്ഞിട്ടും, അതായത് ചികിത്സ 10 വർഷം കൊടുത്തിട്ടില്ല, ചികിത്സ ആകെ 1-2 വർഷം കൊടുത്തുള്ളൂ. 10 വർഷം കഴിഞ്ഞിട്ടും ആൾക്കാർക്ക് വീണ്ടും അസുഖം വരുന്നില്ല. അതായത് ശരീരം ഓർത്ത് വെച്ചിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു അസുഖം പൊങ്ങി വരുന്ന കണ്ടു കഴിഞ്ഞാൽ ശരീരം അപ്പം തന്നെ അതിനെ എന്ത് ചെയ്യും. എല്ലാ ക്യാൻസേഴ്സിലും ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ വളരെയധികം ഒരുപാട് ക്യാൻസേഴ്സിൽ ഇപ്പം വളരെയധികം യൂസ്ഫുള്ളായിട്ട് കണ്ടിട്ടുള്ളതാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത്. ഡോക്ടർ, നമ്മൾ ഇത്രയും സമയം ക്യാൻസറിനെ കുറിച്ച് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് സംസാരിച്ചു. നമുക്ക് ഇതിൻ്റെ പ്രിവെൻഷൻ സൈഡിലേക്ക് വന്നാലേ ഡോക്ടറോട് ചോദിക്കുകയാണ്, ഈ ഒരു കീ സ്വഭാവം നിങ്ങൾ ഉപേക്ഷിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ പാലിച്ചാൽ നിങ്ങൾക്കൊരു നല്ലതാണെന്ന് പറയാൻ ഒരു ഓങ്കോളജിസ്റ്റിനോട് ചോദിച്ചാൽ എന്തായിരിക്കും ആ ഒരു ക്യാരക്ടർ? വളരെ സിമ്പിളായി പറയാമെന്നുള്ള സാധനമാണ്, പക്ഷെ ആരും ചെയ്യത്തില്ല. സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ മാറ്റുക, എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ കുറച്ച് ഇപ്പോൾ അതിനൊരു എന്താ പറയുക, ഈ എക്സസൈസ് എന്ന് പറയുമ്പോൾ ജിമ്മിൽ പോയിട്ട് ഇത് ചെയ്യണമെന്നില്ല, നമ്മൾ വാക്കിന് പോയാലും ഇതെല്ലാം മതിയാവും. അപ്പോൾ അതാണ് വളരെയധികം, അത് ഞാൻ വെറുതെ പറയുന്നതല്ല, പഠനങ്ങളുണ്ട്. എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു പ്രിസ്ക്രൈബ് ലിമിറ്റ് ഓഫ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ പല ക്യാൻസേഴ്സും കുറയും എന്നുള്ളത്. രണ്ടാമത് ഫുഡ് ആണ്. ഇപ്പോൾ റെഡ് മീറ്റ് കൂടുതൽ കഴിക്കുന്നത് ഒരു കോളൻ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് എല്ലാം മിതമായ രീതിയിൽ കഴിക്കുക, ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക എന്നുള്ളതാണ്. അധികം ഷുഗർ, ഡയബറ്റീസ് അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ ഓവർ വെയ്റ്റ് ആവുന്നത് വീണ്ടും കറങ്ങിത്തിരിഞ്ഞ്, അതായത് നമ്മൾ അധികം ഫുഡ് കഴിച്ച് ഓവർ വെയ്റ്റ് ആവുന്നത് വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആ ഒരു ലൂപ്പിനകത്ത് തന്നെ എപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ ഉള്ളത് സ്മോക്കിംഗ്, ആൽക്കഹോൾ. അതിൽ സ്മോക്കിംഗ് എന്ന് പറയുന്നത് വളരെ വലിയൊരു വില്ലനാണ്. നമ്മുടെ ശരീരത്തിൽ വരുന്ന ക്യാൻസേഴ്സിലൊരു 50-60% സ്മോക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ സ്മോക്കിംഗ് ഒഴിവാക്കുമ്പോൾ അത്രയും വ്യത്യാസം വരും. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളാണ് നമ്മുടെ ഡയറ്റ്, എക്സസൈസ്, നമ്മുടെ അഡിക്ഷൻസ്. ഇതിനകത്ത് കുറച്ചൊരു വ്യത്യാസം വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. പിന്നെ നമ്മുടെ കയ്യിലില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഏജ് നമ്മുടെ കയ്യിലുള്ളതല്ല, നമ്മുടെ ജെൻഡർ നമ്മുടെ കയ്യിലുള്ളതല്ല,
അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ആണായി ജനിച്ചു, അപ്പോൾ എനിക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ റിസ്ക് എന്തായാലും ഉണ്ട്, അതെനിക്ക് മാറ്റാൻ പറ്റത്തില്ല. ഞാൻ പ്രായം കൂടുന്നതിനനുസരിച്ച് എൻ്റെ ബാക്കിയുള്ള ക്യാൻസേഴ്സിൻ്റെ റിസ്ക് കൂടിക്കൊണ്ടിരിക്കും, അതെനിക്ക് മാറ്റാൻ പറ്റുന്നതല്ല. നമ്മൾ താമസിക്കുന്ന അതായത് നമ്മുടെ ഒരു എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ നമ്മളെ കൊണ്ട് മാത്രം മാറ്റാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ അത് എന്താ പറയുക, പിന്നെ കേരളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കേരളത്തിൻ്റെ ഒരു കോസ്റ്റൽ റീജിയൻ്റെ ഒരു റേഡിയേഷൻ്റെ കാര്യം കേട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് നമ്മുടെ ആ ഒരു ബ്ലാക്ക് സാൻഡ് വെച്ചിട്ട് ആ ഒരു തോറിയം റേഡിയേഷൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ കേരളത്തിൽ വളരെയധികം തൈറോയ്ഡ് ക്യാൻസർ ഭയങ്കര കൂടുതലാണ്. അതും നമുക്ക് വലിയ രീതിയിൽ അത് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ തൈറോയ്ഡ് വലിയ കുഴപ്പമില്ലാത്തൊരു ക്യാൻസർ ആയതുകൊണ്ട് ചികിത്സിച്ച് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചൊരു നോർത്തിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് പറയും. അതായത് ഭൂമിക്കടിയിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് റേഡിയേഷൻസ് വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. ഈ പഞ്ചാബിലൊക്കെ അങ്ങനെ കുറച്ച് ബെൽറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ക്യാൻസർ ഇൻസിഡൻസ് കൂടുതലായിരിക്കും. അത് നമുക്ക് മാറ്റാൻ ഒന്നീ അവിടെ നിന്ന് താമസം മാറുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഫുള്ളി നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. അപ്പോൾ നമ്മുടെ കയ്യിലില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ കയ്യിലുള്ളതാണ് ഡയറ്റ്, അഡിക്ഷൻസ് ആൻഡ് എക്സസൈസ് എന്നുള്ളത്. അത് പാലിക്കുക. ഓക്കെ, അതുപോലെ ഡോക്ടർ ഇതിനോടനുബന്ധിച്ച് ചോദിക്കട്ടെ, ഞാൻ ചില കാര്യങ്ങൾ പറയാം, നമ്മൾ കേട്ടിട്ടുള്ളത് അത് എത്ര സത്യമാണ് എത്ര മിഥ്യയാണ് എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. ഈ മഞ്ഞളധികം കഴിച്ചാൽ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ശക്തി മഞ്ഞളിനുണ്ട് എന്ന് പറയുന്നത് സത്യമാണ്? സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ അങ്ങനെ പ്രൂവ് ചെയ്യുന്ന സ്റ്റഡീസൊന്നും ഇല്ല എന്ന് വേണം പറയാൻ. മഞ്ഞൾ കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരില്ല എന്ന് പ്രൂവ് ചെയ്യുന്ന സ്റ്റഡീസൊന്നും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ സയൻറ്റിഫിക്കലി ഇത് എന്താ പറയുക അതിനെക്കുറിച്ചുള്ള ഇത് പറയുന്നത്. അവിടെ ചെറിയ എന്താ പറയുക ചെറിയ ഡേറ്റാസ് ഉണ്ട് എന്നല്ലാതെ ഒരു വലിയൊരു ഗ്രൂപ്പിൻ്റെ സ്റ്റഡി ചെയ്തിട്ട് ഇത് ഇത്രയ്ക്കും ബെനിഫിഷ്യലാണ്, അതായത് മഞ്ഞൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത്ര ശതമാനം ക്യാൻസർ കുറയും എന്ന് നമുക്ക് കോൺക്രീറ്റായിട്ട് പറയാനൊരു എവിഡൻസ് ഇല്ല. നമ്മുടെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ആയുർവേദ ചികിത്സയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ അതിന് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആധികാരികമായിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല അത് പ്രിവെൻറ്റ് ചെയ്യുമോ പ്രിവെൻറ്റ് ചെയ്യൂല എന്ന്. പ്രിവെൻറ്റ് ചെയ്യൂല എന്നെനിക്ക് പറയാനും പറ്റത്തില്ല. കാരണം ഞാനത് സ്റ്റഡി ചെയ്യുകയോ ഞാൻ എവിടെയോ ഓരോരുത്തും വായിച്ചിട്ട് ഇല്ല ഇത് പ്രിവെൻറ്റ് ചെയ്യൂല എന്ന്. എന്നാൽ അത് കാരണം ക്യൂർ ആവുമോ എന്നും ഞാൻ ഒരിടത്തും വായിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഒരു റിസർച്ച് സ്കോപ്പുള്ളൊരു ടോപ്പിക്കാണത്. നമ്മുടെ ഏതെങ്കിലും ആയുർവേദ കാര്യങ്ങൾ അതൊരു ഗവൺമെൻറ് സപ്പോർട്ടോടു കൂടിയേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതൊരു മാസ് പോപ്പുലേഷനിൽ വേണം ചെയ്യാൻ. എന്തെങ്കിലും ബെനിഫിഷ്യലായിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് മഞ്ഞൾ മാത്രമല്ല, മഞ്ഞൾ ഇഞ്ചി ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. നമ്മൾ സ്റ്റഡി ചെയ്ത് നോക്കി ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. അതെ. അതുപോലെ ഡോക്ടർ നമ്മളൊരു 100-ൽ മാർക്ക് കൊടുത്താൽ ഈ പുകവലി എന്ന് പറയുന്ന ശീലത്തിന് ഡോക്ടർ എത്ര മാർക്ക് കൊടുക്കും? എന്തുകൊണ്ട്? ക്യാൻസർ ഉണ്ടാക്കാനാണെങ്കിൽ 100-ൽ 100 ആണല്ലേ? അതെങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്? അത് ഇതിൻ്റെ അഡിക്ഷൻ സാധനം നിക്കോട്ടിൻ. നമ്മൾ കാണാത്ത പുകയ്ക്കകത്തുള്ള കുറേ എന്താ പറയുക ഈ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന കുറച്ച് പോളിഹൈഡ്രിക് അങ്ങനത്തെ കുറച്ച് കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ട്. അത് ക്യാൻസർ ഉണ്ടാക്കും. അത് മാത്രമല്ല ചുറ്റും അത് പുകയായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഉണ്ടാകും. അതായത് വലിക്കുന്നവർക്ക്, കുട്ടികൾക്ക്, ഈവൻ പുകവലിക്കുന്ന അതായത് പ്രഗ്നൻസി സമയത്ത് അമ്മ പുകവലിച്ചു കഴിഞ്ഞാൽ കൊച്ചിന് ആ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന് വരെ ക്യാൻസേഴ്സ് വരുന്ന ചില ക്യാൻസേഴ്സ് വരെ ഉണ്ട്, റിസ്ക് കൂട്ടുന്ന ഇത് വരെ ഉണ്ട്. അപ്പോൾ ക്യാൻസർ ഉണ്ടാക്കാനുള്ള അതിൻ്റെ മാർക്ക് 100-ൽ 100. മദ്യപാനത്തിനാണെങ്കിൽ 100-ൽ 100 കൊടുക്കാൻ പറ്റത്തില്ല, ഒരു 100-ൽ 80 അതൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം പുകയുടെ അത്ര റിസ്ക് മദ്യപാനത്തിലില്ല. റിസ്ക് ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം, അത്ര റിസ്ക് ഇല്ല എന്ന് വേണം പറയാം. ഒരു കൺട്രോൾഡ് ചെറിയൊരു ക്വാണ്ടിറ്റി ഡെയിലി അല്ല വല്ലപ്പോഴും. അത് ഈ വൈനിനൊക്കെ ചെറിയൊരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ക്യാൻസർ അതുകൂലം വരില്ല എന്നുള്ള സ്റ്റഡീസൊന്നുമില്ല, പക്ഷേ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് അതിനൊരു എന്താ പറയുക എല്ലാ എമൗണ്ട് ഓഫ് ആൽക്കഹോളും പ്രശ്നമാണെന്നില്ല. പക്ഷേ ഒരു കൺട്രോൾ വിട്ടുള്ള ആൽക്കഹോളിസം ഈസ് ഓൾസോ. അതുകൊണ്ട് ഞാൻ ആൽക്കഹോൾ എൻഡോസ് ചെയ്യുന്നില്ല, ഒരു പുകയുടെ അത്ര മാർക്കില്ല അതേ ഉള്ളൂ. അതുപോലെ നമ്മുടെ നാട്ടിൽ കാണുന്നതാണ് ഈ മുറുക്കാൻ ചോദിക്കുക, അല്ലെങ്കിൽ പാൻ. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ ഈ പാൻ വെക്കുന്നതൊക്കെ എപ്പോഴും കാണാം, ഈ വായിൽ വെക്കുന്ന അത്തരം കാര്യങ്ങൾ. അഗെയിൻ പാൻ മുറുക്കാനെല്ലാം അതും വീണ്ടും 100-ൽ 100 കൊടുക്കേണ്ടി വരും. കാരണം നമ്മുടെ ഓറൽ ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ
മുറുക്കാനും പാനും ചവയ്ക്കുന്നതാണ്. അത് വളരെയധികം എന്താ പറയുക പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമാണ്. നമ്മളെ നാട്ടിൽ ആ ഒരു നിയമം വന്നല്ലോ, ഗുഡ്ക പാൻ ഇതെല്ലാം ബാൻ ചെയ്തല്ലോ. അത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയ ഏറ്റവും വലിയ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 4ാമത്തെ സ്റ്റേജിൽ ഇരുന്ന വായിലൊക്കെ വരുന്ന ക്യാൻസേഴ്സ് വളരെയധികം നമ്മുടെ നാട്ടിൽ കുറഞ്ഞു. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന വായിൽ വരുന്ന ക്യാൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1ാമത്തെ സ്റ്റേജോ 2ാമത്തെ സ്റ്റേജോ ആയിട്ട് കുറേ മാറിയിട്ടുണ്ട്. പണ്ട് 4ലും ഇതിലും. ഞാൻ നോർത്തിൽ വർക്ക് ചെയ്യുകൊണ്ട് പറയാം, അവിടെ എല്ലാം ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ സിനിമയിൽ കാണിക്കത്തില്ലേ ആ ഒരു ഈ ഒരു സൈഡിൽ ഫുൾ ക്യാൻസറായിട്ട് ഇവിടെ ആ ഒരു ടൈപ്പ് പ്രൊഫൈലുള്ള ആൾക്കാർ വളരെ കൂടുതലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ അറ്റം കാണാൻ പറ്റുന്ന രീതിയിൽ ക്യാൻസറിൻ്റെ ഇവിടെ വന്ന് ഇവിടെ മൊത്തം പഴുത്ത് പോയിട്ട് നമുക്ക് ഈ സൈഡിൽ കൂടെ നോക്കി ഇപ്പുറത്തെ സൈഡ് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു പോപ്പുലേഷനെ നമുക്ക് നോർത്തിലോട്ട് പോയാൽ കാണാൻ പറ്റും. നോർത്ത് കേരളമല്ല, നോർത്ത് ഇന്ത്യയിലേക്ക് പോയി. അതിൻ്റെ ഒരു മെയിൻ കാരണം ഈ ഗുഡ്ക പാൻ ഇതൊക്കെയാണ്. അത് ബാൻ ചെയ്തത് വഴി കേരളത്തിന് ആ ഒരു ക്യാൻസർ ബർഡൻ വളരെയധികം കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാം കഴിക്കാൻ കേരളത്തിൽ പൊതുവെ ഇഷ്ടമുള്ള ഈ പൊറോട്ടയും ബീഫും അതിനൊക്കെ എന്തെങ്കിലും? അതിനൊന്നും ഞാൻ 100ൽ 100 മാർക്ക് കൊടുക്കത്തില്ല. കൺട്രോൾഡ് ഈറ്റിങ്ങിന് വലിയ പ്രശ്നങ്ങളില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അമിതമായി കഴിഞ്ഞാൽ റെഡ് മീറ്റ് അമിതമായി കഴിക്കുന്നത് ക്യാൻസർ ഉണ്ടാക്കും. എല്ലാം കഴിക്കുന്നുണ്ട്, ഒരു കൺട്രോൾഡ് ലിമിറ്റിൽ കഴിക്കുക. ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരും. വല്ലപ്പോഴും ഒരു 3 മാസത്തിലൊരിക്കൽ 4 മാസത്തിലൊരിക്കൽ ഒരു കൊതിക്ക് കഴിക്കുന്നതിനകത്ത് കുഴപ്പമൊന്നും വരത്തില്ല എന്നേ പറയാനുള്ളൂ. റെഡ് മീറ്റ് ഈസ് ഓൾസോ അത് പ്രശ്നമാണ് ക്യാൻസറിൻ്റെ. ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, നമ്മൾ ഈ പെപ്സി കോള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ലൂപ്പുണ്ട്. അത് എന്താ പറയുക നമ്മുടെ ഒബിസിറ്റി, ഡയബറ്റിസ്, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആ ഒരു ലൂപ്പിൽ കയറ്റി നമ്മളെ മൾട്ടിപ്പിൾ ക്യാൻസേഴ്സ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യതയെക്കാളും ഈ സാധനങ്ങൾ വഴി നമുക്ക് ഡയബറ്റിസ്, മറ്റേ കൊളസ്ട്രോൾ കൂടുക, BP ഇങ്ങനെയുള്ള എല്ലാ അസുഖത്തിനുള്ള സാധ്യത ഇതിനകത്തുണ്ട്. അപ്പോൾ അതും വളരെ മോശമായിട്ടുള്ള ഒരു കൺട്രോൾഡ് യൂസ് പോലും സത്യം പറഞ്ഞാൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സിൽ നിന്ന് അതെ കാരണം അതിനകത്തുള്ള ആ ഒരു ഷുഗർ കണ്ടൻറ്റ് വരുമ്പോൾ അനാവശ്യമായിട്ടൊരു ഷുഗർ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അതും അങ്ങനെ ഒരു ഡോക്ടർ അതുപോലെ കേട്ടിട്ടുണ്ട്, നമ്മൾ ഈ തലയിണയിൽ അടിയിൽ മൊബൈൽ വെച്ച് കിടന്നാൽ ഈ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ വെക്കുമ്പോൾ റേഡിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുണ്ടോ ശരിക്കും? നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ ഒന്നുമില്ല അത് പ്രൂവ് ചെയ്യാനായിട്ട്. അതായത് മൊബൈൽ റേഡിയേഷൻ കൊണ്ട് തലച്ചോറിൽ ക്യാൻസർ കൂടുന്നെന്നോ വേറെ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസർ കൂടുന്നെന്നോ കോൺക്രീറ്റ് ഡാറ്റയൊന്നുമില്ല. പിന്നെ മൊബൈലിൻ്റെ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലൈറ്റ് സ്പെക്ട്രം പറയുമ്പോൾ ഒരു ഇൻഫ്രാറെഡ് റേസ് ആണ് വരുന്നത്. അത് എന്താ പറയുക നമ്മുടെ ഇവിടെ നമ്മൾ ഇരിക്കുന്നതിന് ചുറ്റും എല്ലായിടത്തും ഇൻഫ്രാറെഡ് റേസ് ഉണ്ട്. നമ്മളെ എല്ലാ കമ്മ്യൂണിക്കേഷൻസും നമ്മുടെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ആയിക്കോട്ടെ, TV വരുന്ന കമ്മ്യൂണിക്കേഷൻസ് ആയിക്കോട്ടെ, ആ ഒരു വേവ് നമ്മുടെ ഫുൾ ഇതിനകത്തുണ്ട്. ലൈറ്റ് പോലെ തന്നെ ഇൻഫ്രാറെഡ് റേസും ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക കോൺക്രീറ്റായിട്ട് നമുക്കൊരു എവിഡൻസ് ഇല്ല മൊബൈൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു സ്ഥലത്ത് വളരെയധികം ഇൻഫ്രാറെഡ് റേസ് കൂടി ക്യാൻസർ വന്നു എന്നുള്ളൊരു കോൺക്രീറ്റ് എവിഡൻസ് എന്ന് പറയാൻ നമുക്കില്ല. ഡോക്ടർ, നമ്മളിങ്ങനെ പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത് കഴിച്ചാൽ ക്യാൻസറിന് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചില പച്ചക്കറികൾ കഴിക്കുമ്പോൾ പോലും നമ്മൾ പറയാറുണ്ട്. അങ്ങനെ പ്രൂവൺ ആയിട്ടുള്ള എന്തെങ്കിലും ആൻറ്റി ക്യാൻസറസ് ഫുഡ്സ് ഉണ്ടോ? അതിനകത്ത് ഉള്ളത് ആൻറ്റി ക്യാൻസറിനേക്കാളും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് സാറേ മറ്റേ അനാറ് കഴിച്ച് കഴിഞ്ഞാൽ ബ്ലഡ് കൂടുമോ, കീമോ എടുക്കുന്ന സമയത്ത് പപ്പായൻ്റെ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ ബ്ലഡ് കൂടും. അപ്പോൾ അതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂവ്ഡായിട്ടൊന്നുമില്ല. നമുക്ക് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡയറ്റ് ഒരു കൺട്രോൾഡ് ഡയറ്റിൽ പോവുക എന്നുള്ളതാണ് നമ്മുടേത്. ഒന്നിൻ്റെ അമിതമായിട്ടുള്ള ഒന്നും നമുക്ക് ബെനിഫിഷ്യലായിട്ട് വരത്തില്ല. എന്നാൽ എന്തിൻ്റെങ്കിലും ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കാനും, അതിപ്പോൾ ക്യാൻസർ തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നം നമ്മുടെ ശരീരത്തിന് ഉണ്ടാകാനുള്ള ഇതുണ്ട്. അപ്പോൾ എല്ലാം ഒരു ബാലൻസ് ഡയറ്റ് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആൻറ്റി ക്യാൻസറായിട്ടുള്ള ഫുഡായിട്ടൊന്നും പറയാനായിട്ടൊന്നും ഇല്ല. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ഡോക്ടറോട് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഡോക്ടർക്ക് പറയാൻ പറ്റും? ഒരു ഹെൽത്തി നമുക്ക് ഇതെങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ അഷുറൻസ് ഉണ്ട്. ഇപ്പോൾ ജിമ്മിന് പോകണം, ഈ ഏർലി വേക്കപ്പ്, അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് വീക്ക്ലി നമ്മുടെ ഇപ്പോൾ അതായത് നമ്മൾ WHO എല്ലാം കൂടെ ചെയ്തിട്ടുണ്ട്. വീക്ക്ലി ഒരു 150 minutes ഓഫ് ഒരു മോഡറേറ്റ് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് നടക്കാൻ പോവാം, ജോഗിങ്ങിന് പോവാം, അങ്ങനെ എന്തെങ്കിലും
നോർമൽ ഒരു എന്താ പറയുക ഒരു ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുക എന്നുള്ളതാണ്. പ്രോട്ടീൻസും ഫാറ്റും കാർബോഹൈഡ്രേറ്റും എല്ലാം ഒരു ഇതിലുള്ളത്. അധികം എക്സ്ട്രാ ഷുഗേഴ്സ് ഇട്ടുള്ള ഡയറ്റ്, ഷുഗേഴ്സൊക്കെ മാക്സിമം കൺട്രോൾ ചെയ്യുക. പിന്നെ അഡിക്ഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. സ്മോക്കിംഗ്, ആൽക്കഹോളെല്ലാം അഡിക്ഷൻസ് ഒഴിവാക്കുക. നമ്മുടെ ഫാസ്റ്റ് ഫുഡ്സ് ലൈക്ക് ബർഗേഴ്സ് അങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡ്സ്, പിന്നെ എന്താ പറയുക ഒരുപാട് ചാർഡായിട്ടുള്ള ഫുഡ്സ്, അതായത് ഇപ്പോൾ നമ്മളെ ഈ ഈ അൽഫാം അതുപോലെ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലത് കൂടുതൽ ഒരു കരിഞ്ഞിരിക്കുന്ന ഒരു ഇതുണ്ടാവും. അപ്പോൾ കരിഞ്ഞിരിക്കുന്നതിനകത്ത് നമുക്ക് ഹാംഫുൾ കെമിക്കൽസ് ഉണ്ടാകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഒരുപാട് ചാർഡായിട്ടുള്ള ഫുഡ്സ് കഴിക്കാതിരിക്കുക. അധികം ഇപ്പോൾ നമ്മൾ ഒരു ഫ്രൈ കഴിക്കുമ്പോൾ ഒരു ചിക്കൻ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നത് വിചാരിക്കും, നമുക്കിഷ്ടം നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് ഇതിരിക്കുന്നത്. അങ്ങനെയുള്ള ഇതിനകത്താണ് ഏറ്റവും പ്രശ്നമുള്ളത്. ഒരു ബോയിൽഡായിട്ട് വരുന്ന, അതായത് ഒരു ചിക്കൻ കറിയുടെക്കാളും പ്രശ്നം ഒരു ചിക്കൻ ഫ്രൈക്കകത്തായിരിക്കും വരിക. പിന്നെ വീണ്ടും റീയൂസ് ചെയ്യുന്ന ഓയിൽ, അപ്പോൾ അതൊക്കെ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് അതിനകത്തുള്ളത്. അതുപോലെ ഡോക്ടർ, ഈ അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഈ കേസ് സ്റ്റഡി പോലെ ഡോക്ടറിൻ്റെ ഒരു ഒബ്സർവേഷനാണ് ചോദിക്കുന്നത്. ഈ നല്ല വ്യക്തിബന്ധങ്ങളുള്ള മനുഷ്യർ, വളരെ സോഷ്യലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യർ, ഇവരിലൊക്കെ ക്യാൻസറിൻ്റെ സാധ്യത കുറവാണ് എന്നൊക്കെ പറയുന്നത് വെറും വിദ്യയാണോ? അതോ അതായത് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ക്യാൻസർ കുറവായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ എനിക്ക് ആധികാരികമായിട്ട് സത്യം പറഞ്ഞാൽ അതൊക്കെ അങ്ങനെ പറയാനുള്ള ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ഇല്ല എന്നുമാണ് ഞാൻ പറയാനുള്ളത്. അധികം ഹാപ്പി ആയിട്ടിരിക്കുന്നവർക്ക് ക്യാൻസർ വരില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു മറുപടി ഇല്ല. അതാണ് അതിൻ്റെ ഒരു സത്യം. അതെ, ഹാപ്പി ആയിരിക്കുന്നത് നല്ലതാണ്, ആക്റ്റീവായിട്ടിരിക്കുന്നത് നല്ലതാണ്. ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലല്ല, നമ്മുടെ ക്യാൻസർ വരാനുള്ള സാധ്യത കുറയും. അത് അത്ര എനിക്ക് പറഞ്ഞു നിർത്താൻ പറ്റും. അതുപോലെ ഡോക്ടർ, നിർത്തുന്നതിന് മുന്നേ ഡോക്ടറിൻ്റെ ഒരു പ്രൊഫൈലിലൂടെ പോയിട്ടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പോൾ ഈ നീറ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുടെ ഒരു ഡ്രീമാണ് എയിംസിൽ പഠിക്കുക എന്നൊക്കെ ഉള്ളത്. ആ ഓർമ്മകൾ അല്ലെങ്കിൽ അതിലേക്കുള്ള ഡോക്ടറിൻ്റെ ഒരു പ്രിപ്പറേഷനും ജേണി എങ്ങനെയായിരുന്നു? കാരണം ഡോക്ടറുടെ MBBS-ഉം സ്പെഷ്യലൈസേഷനും ഒക്കെ അവിടെയായിരുന്നല്ലോ. അപ്പോൾ ഞാൻ +2 കഴിഞ്ഞിട്ട് നമ്മുടെ പാലാ ബ്രില്യൻറ്റിൽ ഒരു വർഷം പോയിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് പിന്നീട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ +2 കഴിയുന്ന ആ സമയത്ത് എനിക്ക് എയിംസ് എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. അന്ന് എനിക്കറിയാമെന്നുള്ളൊരു സാധനം ജിപ്മറായിരുന്നു. കാരണം കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സൈഡിൽ കൂടുതലും കേട്ടിട്ടുള്ള ജിപ്മറായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പാലാ ബ്രില്യൻറ്റിൽ പോയി. ആ സമയത്താണ് എയിംസ് അറിയുന്നത്. എഴുതി കിട്ടി. പിന്നെ അവിടെ ചെന്നിട്ട് അത് വേറൊരു ലോകമാണ്. നമ്മളൊരു എന്താ പറയുക നമ്മളായി തന്നെ അവിടെ അങ്ങ് പോവുക. അതായത് നമ്മളെ നിർബന്ധിച്ച് അവിടെ ക്ലാസ്സിൽ കയറ്റാനോ അങ്ങനെയൊന്നും ഞങ്ങൾ പഠിക്കുന്ന സമയത്തില്ല. നമ്മുടെ ഒരു ഇൻട്രസ്റ്റിൽ പോയി പഠിക്കുക. നമുക്ക് പിന്നെ അവിടെ എന്ത് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉണ്ട്. അക്കാഡമിക്കലി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതെല്ലാത്തിനും അവിടെ ഒരു മെൻറ്റർഷിപ്പോ ഫ്രീഡമോ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പിന്നെ അവിടെ തന്നെ നിന്നതുകൊണ്ട് വീണ്ടും അടുത്ത് PG എടുക്കാൻ അവിടെ തന്നെ എന്ത് ചെയ്തു, എൻട്രൻസ് എഴുതി അവിടെ തന്നെ PG എടുത്തു. ഡോക്ടർ, എൻട്രൻസ് പഠനകാലം ഓർക്കുന്നുണ്ടോ? വളരെ സമയമൊന്നും കളയാണ്ടുള്ളൊരു പഠനമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാടുണ്ട്. ഞങ്ങളെ കസിൻ വരെ, ചേച്ചിയുടെ മോൻ വരെ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ അവരോട് ഡോക്ടർക്ക് പറയാനുള്ള ഒരു അഡ്വൈസോ അങ്ങനെ എന്താണ്? അല്ല, അതങ്ങനെയല്ല. നമ്മൾ ഇപ്പോൾ ഫുൾ ടൈം എൻ്റെ സമയത്തുണ്ടാകുന്ന പറയും ഫുൾ ടൈം പഠനം എന്ന് പറഞ്ഞ് ഉറങ്ങാതിരുന്ന് പഠിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾക്ക് ഇപ്പം അവിടെ ബ്രില്യൻ്റ് നിന്നപ്പം ഞാൻ ട്രിവാൻഡ്രത്തുള്ള ആളാണ്. അപ്പം അവിടെ നിന്ന് ഹോസ്റ്റലിലാണ് വന്നത്. ഹോസ്റ്റലിൽ എനിക്കൊന്ന് ഞങ്ങളുടെ സമയത്ത് 10:30 വരെ എങ്ങാണ്ട് കമ്പൽസറി ആയിട്ട് ഇരിക്കണം. ഞാൻ ആ 10:30 കിടക്കുന്ന ആളാണ്. 10:30 വരെ കമ്പൽസറി ആണെങ്കിൽ 10:30 അല്ലെങ്കിൽ 10:45 ഞാൻ കിടക്കും. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ നമ്മൾ പഠിക്കുന്നതിനോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കറക്റ്റ് റെസ്റ്റ് എടുക്കുക എന്നുള്ളത്. നമ്മൾ ആ ഒരു 6 to 7 hours ഓഫ് സ്ലീപ്പ് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം. പിന്നെ എന്താ പറയുക, പഠിക്കാതിരിക്കുമ്പോൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. അങ്ങനെയായിരുന്നു. പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തു, ടോപ്പിക്സ് വായിച്ചു, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തു. അതിനനുസരിച്ചിട്ട് ബാക്കി അങ്ങനെ ഒരു എന്താ പറയുക, അവിടെയൊക്കെ ചെല്ലുമ്പോൾ അതിൻ്റേതൊരു പ്രിപ്പറേഷൻ അവരുടേതായൊരു സ്റ്റൈൽ ഓഫ് ഇതുണ്ടാവുമല്ലോ. നമുക്ക്
ഒരാഴ്ച ക്ലാസ്, ആ ക്ലാസ്സിൻ്റെ ടെസ്റ്റ് ഉണ്ടാവും, അടുത്ത ആഴ്ച തുടക്കം അതിൻ്റെ ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ വീണ്ടും ഒരാഴ്ച ക്ലാസ് അതിൻ്റെ ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഈവനിങ്ങിൽ പഠിക്കാനുള്ളൊരു സമയം. അപ്പോൾ ചിലർ ഒട്ടും എന്താ പറയുക, റെസ്റ്റ് എടുക്കാതെ എപ്പോഴും പറ്റൂലെങ്കിൽ പോലും കണ്ണടഞ്ഞ് പോയാൽ പോലും ഇങ്ങനെ എഴുതിയിട്ട് അത് ചെയ്യരുത്. നമുക്ക് ബോഡി നമ്മളോട് റെസ്റ്റ് ചെയ്യാൻ പറയണം, റെസ്റ്റ് ചെയ്യുക. നമ്മൾ ആവശ്യത്തിനുള്ള റെസ്റ്റ് എടുക്കണം. നമ്മൾ ആവശ്യത്തിനുള്ള റെസ്റ്റ് എടുത്താലേ നമ്മൾ പഠിക്കുന്ന കാര്യം മനസ്സിൽ കയറത്തുള്ളൂ. പിന്നെ ഉള്ളത്, അത് എൻ്റെ മാത്രമാണോ എല്ലാവർക്കും ഉള്ളതാണെന്ന് അറിയത്തില്ല, പരീക്ഷയുടെ തലേദിവസം ഞാൻ എന്തായാലും റെസ്റ്റ് എടുക്കും. പരീക്ഷയുടെ തലേദിവസം ഒരു 6 to 7 hours ഞാൻ എന്തായാലും ഉറങ്ങും. അത് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും അതവിടെ അങ്ങ് നിർത്തും. എത്ര എത്തിയോ അത്ര മതി എന്നുള്ള രീതിയിലെത്തിയിട്ട് അത് സത്യം പറഞ്ഞാൽ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഇത്. കാരണം അങ്ങനെ ഉറങ്ങി എഴുന്നേൽക്കുന്നതുകൊണ്ട് എനിക്ക് ഉറക്ക പ്രശ്നം പരീക്ഷയുടെ ഇടയിൽ ചെല്ലുമ്പോൾ വരത്തില്ല. നല്ല മൈൻഡ് ക്ലിയർ ആയിട്ടായിരിക്കും ചെല്ലുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അപ്പം പഠിത്തത്തിൻ്റെ കൂടെ റെസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യണം. അത് വളരെ കുറേ പേര് ചെയ്യാറില്ല. ഡോക്ടർ വളരെ നന്ദി.